ഗെറ്റിംഗ് സ്ട്രെസ് ബിക്കോസ് യു ഡോണ്ട് സ്ലീപ്പ് ഇനഫ്, അല്ലെങ്കിൽ യു ആർ നോട്ട് ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ്. കുറേ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കാലിസ്തനിക്സ് എന്ന്, ആ ഒരു ടേം മനസ്സിലായി. ഈ ക്യാമ്പയിൻ പോലെ ഇപ്പൊ നടക്കുന്നത്, ഒരാൾ തടിച്ചിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അത് ബോഡി ഷേമിങ് ആയി. രാത്രി ഫുഡ് കഴിക്കാതെ വെള്ളം കുടിച്ചിട്ട് വരെ ഞാൻ വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം മെറ്റബോളിസം താഴോട്ട് പോകത്തേ ഉള്ളൂ, നശിക്കത്തേ ഉള്ളൂ. ഒരു അത്ലറ്റ് ചെയ്യുന്ന ഡോസാണ് ഫസ്റ്റ് സ്റ്റിറോയിഡ് സൈക്കിൾ ചെയ്യുന്ന ഒരു പയ്യന് കൊടുക്കുന്നത്. സോ നിപുൻ, ഹായ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഇപ്പം നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ബിടെക് കഴിഞ്ഞിട്ട് ഫിറ്റ്നസിന്റെ കുറേ പേരാണ്. അതെ. സോ ഹൗ വാസ് യുവർ ജേർണി? ബിഗിനിങ് ജേർണി, ഹൗ ഐ ഗോട്ട് ഇൻ ടു ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബാക്ക് ഇൻ 2015. എൻ്റെ സ്കൂളിങ് 11th പഠിച്ച 12th പഠിക്കുന്ന സമയത്താണ്. അന്നാണ് തോന്നുന്നത് ഡാൻസിങ് കാര്യങ്ങളൊക്കെ. അന്ന് ഡാൻസിങ് ഉണ്ടായിരുന്നു. ഡാൻസിങ് അതിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. ലൈക്ക് ഒരു എന്താ പറയുക, ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ കാരണം അതാണ്, ഡാൻസിനോട് ഇറങ്ങി. പിന്നെ 11th ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ ഗോട്ട് ഇൻ ടു അത്ലറ്റിക്സ്, ഡിസ്കസ് ത്രോ, ഷോർട്ട് പുട്ട്. അതാണ് എൻ്റെ ഇവൻറ്റ്. അതിന് മുന്നേ എനിക്ക് എൻ്റെ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു, ട്രാക്ക് ഇവൻറ്റ്സ് ആയിരുന്നു, ഓട്ടോ, അതുപോലെ ലോങ് ജമ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ ഒരു ചെറിയ ഫ്രാക്ചർ കാരണം നിർത്താൻ വന്നു. കംപ്ലീറ്റ് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ ഫീൽഡ് ഇവൻറ്റ്സോട്ട് കയറി. അതാണ് ഡിസ്കസ്, ജാവലിൻ, ഷോർട്ട് പുട്ട്. ആൻഡ് അങ്ങനെ 11th 12th ഇറ്റ് വാസ് ഓൾ ഇൻ ടു അത്ലറ്റിക്സ് ആ സമയത്ത്. അപ്പോൾ 11th ഞാൻ പോയി, ലൈക്ക് ഐ വെൻറ്റ് ഫോർ കോമ്പറ്റീഷൻ. സ്കൂളിൽ നിന്ന് പോകുമ്പോൾ നാഷണൽസ് പോകാറുണ്ടായിരുന്നു, പൂനെ അവിടെ ഇവിടെ പോകാറുണ്ടായിരുന്നു. പക്ഷേ 11th പോയപ്പം എന്താ പറയുന്നത്, അവിടെ നാഷണൽസ് എന്ന് പറയുമ്പം ഈ പഞ്ചാബിൽ നിന്നും ഹരിയാന ആൾക്കാരാണ്. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കാൻ നമുക്ക് പറ്റത്തില്ല. സ്കൂളിൽ പോകുന്ന സൈസും വെച്ചും വരുന്നത് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല നമുക്ക്, ഈ ചപ്പാത്തിയും ചോറും കഴിച്ചിട്ടുണ്ടെന്നാൽ. ആ സമയത്ത് ജിമ്മൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ പീരീഡ് സാർ പറഞ്ഞത് സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. അന്നത്തെ ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, അത് 12th വെച്ചായിരിക്കും. അവരോട് സാറ് പറഞ്ഞു ഇങ്ങനെ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുക, അപ്പം സിഗ്നിഫിക്കൻ്റ് നമുക്ക് ചേഞ്ച് വരും പെർഫോമൻസിൽ എന്ന് പറഞ്ഞു. അങ്ങനെ 12th ആയപ്പോഴത്തേക്ക് ജിമ്മിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു സ്പോർട്സ് സ്പെസിഫിക് ട്രെയിനിങ് ഒന്നുമല്ല. തോന്നുന്ന പോലെ അവിടെ ഒരു ആശാൻ കാണും, പുള്ളി പറയും എന്തെങ്കിലും അതങ്ങ് ചെയ്യും. ഭാഗ്യത്തിന് കുറച്ചൊക്കെ എഫക്റ്റ് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. അന്നത്തെ കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലുമ്പോൾ തന്നെ കുറേ ഇട്ട് നമ്മൾ ചെയ്യും. അന്നത്തെ കാലത്ത് ഈ ആശാന്മാര് സ്ഥലം എൻ്റെ ഹരിപ്പാടാണ്. അപ്പം അവിടെ എല്ലാം ഏകദേശം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അന്നാണെങ്കിലും നമ്മളോട് ഈ വർക്കൗട്ട് എന്നേ പറയുള്ളൂ, ഫുഡ് എന്ത് കഴിക്കണമെന്ന് പറയില്ല. ഫുഡൊന്നും ഇല്ല. അതെ. ഇവിടെ ഇപ്പം വർക്കൗട്ട് കുറച്ച് ചെയ്തു. അന്ന് 12th നമ്മുടെ നാഷണൽസ് വന്നപ്പോൾ പിന്നെയും പോയി. അവിടെയാണ് ആ വർഷം ഒരു മെഡൽ കിട്ടി. ഈ പറഞ്ഞ കുറച്ചൊക്കെ നാഷണൽ മെഡൽ കിട്ടി. തേർഡ് പ്ലേസ് ഡിസ്കസ് ത്രോയിൽ. അതാണ് എൻ്റെ ഫസ്റ്റ് മെഡൽ നാഷണൽസിൽ. അങ്ങനെയാണ് എൻ്റെ ജിം ജേർണി സ്റ്റാർട്ട് ചെയ്തത് ബിക്കോസ് ഓഫ് അത്ലറ്റിക്സ്. പിന്നെ അന്ന് ഈ പറഞ്ഞ പോലെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ പ്രോഗ്രാം ഒന്നുമില്ല. അവിടെ എന്ത് പറയുന്നു അതങ്ങ് ചെയ്തു പോകുന്നേ ഉള്ളൂ. പിന്നെ ഒരു ന്യൂബി ആകുമ്പോൾ അതിനുള്ള റിസൾട്ടും കിട്ടും. ബേസിക് ആയിട്ടൊരു സ്ട്രെങ്തും അതുപോലെ മസിൽസും ഡെവലപ്പ് ആവും. അത് കാരണം ഹെൽപ്പ് ന്യൂബി ഗെയിൻസ് എന്ന് പറയും. അതായത് എൻ്റെ ബിഗിനിങ് ജേർണി. പിന്നെ ഐ ഗോട്ട് ഇൻ ടു കോളേജിൽ കയറിയപ്പോഴും നമ്മൾ ഈ പറഞ്ഞ പോലെ അന്ന് വരെ ഒരു ആശാൻ മണ്ടത്തരമായാലും ചെയ്യാൻ പറയാൻ ഒരാളുണ്ടായിരുന്നു. കോളേജ് കയറിയപ്പോൾ ഇറ്റ്സ് ഓൾ പണ്ടുള്ളവരുടെ പണ്ടത്തെ ഒരു കുറേ രീതികളുണ്ട്. അത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ചില ജിമ്മിലൊക്കെ വെള്ളം കുടിക്കരുതെന്ന് പറയും. കൊണ്ടിടയ്ക്ക് വെള്ളം കുടിക്കരുത്, അത് കേടാ. ഇവിടെ സെയിം ആയിരുന്നു. ജിമ്മിൽ പോയാൽ കുറ്റം പറയുമല്ലോ, ചിലപ്പോൾ അവർ വന്ന സാഹചര്യം അങ്ങനെ ആയിരിക്കും, അവരുടെ വിശ്വാസം വേറെ ആയിരിക്കും. പക്ഷേ ഇപ്പം സയൻസ് ഇത്രയും വളർന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യുന്ന റിസോഴ്സസ് ഇല്ല. ചിലപ്പോൾ അവിടെ ആശാൻ എന്ത് പറയുന്നത് അതാണ് നമ്മൾ ചെയ്തോണ്ട്. ഇപ്പൊ പിള്ളേർ യൂട്യൂബിൽ നോക്കി വർക്കൗട്ട് സ്പ്ലിറ്റും കൊണ്ടാണ് ജിമ്മിൽ പോകുന്നത്. അത് തന്നെ. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ പോകുമ്പോഴും വെള്ളം കുടിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പാട്ട് കേൾക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെയോ നമുക്ക് ഇപ്പം കേൾക്കുമ്പോൾ ചിരി വരുന്ന കുറേ കാര്യങ്ങൾ. വർക്കൗട്ടിന് അവതനായാലും സ്കോട്ടൊക്കെ ചെയ്യുമ്പോൾ കാലിങ്ങനെ തിരിച്ചു വെക്കാനും തിരിച്ചു വെക്കാനും, ഈ ട്രൈസെപ്സ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സെറ്റ് ബൈസെപ്സ് വെച്ച് ട്രൈസ് കുറച്ചുകൂടെ വരുന്നത് എന്തൊക്കെ അങ്ങനെ കുറേ ഇപ്പം കേട്ടാൽ ചിരിക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് അന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ പക്ഷേ ഒരാൾ കുറ്റം പറയാതെ അല്ലെങ്കിലും പുള്ളി അന്ന് അവർക്ക് അറിയുന്ന സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഷെയർ ചെയ്തു. എന്തായാലും അങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ജേർണി. അപ്പോൾ അന്ന് വരെ ഒരാൾ ഇങ്ങനെ എന്തായാലും പറയാനുണ്ടായിരുന്നു. കോളേജിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അതും നിന്നു. പിന്നെ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു ബിടെക്. ഏതായിരുന്നു ഈ സ്ട്രീം? ഇൻസ്ട്രുമെന്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ അതായിരുന്നു സ്ട്രീം. ഞാൻ മെക്കാനിക്കൽ നോക്കി പോയത്, പക്ഷെ കിട്ടിയില്ല. പിന്നെ കിട്ടിയത് ചാടി. അതാണിത്. പിന്നെ അവിടെ വെച്ച് പറഞ്ഞ തന്നെത്താനെ
വേറെ ആരും പറയാനില്ലാത്തതുകൊണ്ട് തന്നെ തന്നെ കണ്ടുപിടിക്കാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന്. പിന്നെ അത് അറിയാവുന്ന നോളജെ കുറിച്ച് അങ്ങനെ 2 വർഷം തള്ളി നീക്കി. അവിടെ ആ സമയത്ത് കൂടുതൽ ഡാൻസിങ് കാര്യങ്ങളൊക്കെ ആ സമയത്ത് അതാ പറഞ്ഞത്, ഡാൻസും സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് തന്നെ അതിലോട്ടൊക്കെ ഫോക്കസ് ആയിരുന്നു. അല്ല ജിം അല്ലെങ്കിൽ വർക്കൗട്ട് മാത്രമല്ലായിരുന്നു ഫോക്കസ്. അത് എനിക്ക് തോന്നുന്നു കോമ്പറ്റീഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ ഡാൻസിലും അതിപ്പോൾ സ്കൂളിലായാലും ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ കോളേജിലാകുമ്പോൾ നമുക്ക് കുറേ ഫെസ്റ്റ് വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഞാൻ പറയാമല്ലോ, ടെക് ഫെസ്റ്റ് ടെക് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടെക് ഫെസ്റ്റ് അതെല്ലാം നോക്കി ഡാൻസ് പ്രോഗ്രാം വരുന്നുണ്ട്, കോമ്പറ്റീഷൻ വരുന്നുണ്ട്. സോ നമുക്ക് കോളേജിലെ ടീമൊക്കെ ബിൽഡ് ചെയ്തിട്ട് നമ്മൾ ടീമായിട്ട് പോകും. അതായത് അന്നത്തെ ഒരു ഫണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വർക്കൗട്ട് ഉണ്ടെന്ന് പറയാം, പക്ഷെ അതിലോട്ടല്ലായിരുന്നു ഫുൾ മൈൻഡ് വരുന്നത്. കോളേജിലെ ആക്ടിവിറ്റീസ് എല്ലാം ആയിരുന്നു. കോളേജിൽ തന്നെ ജിം ഉണ്ടായിരുന്നു? കോളേജിൽ ജിം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കോളേജ് ജിം അറിയാമായിരിക്കും. ഒരു മൂല കാണും, ഒരു ബെഞ്ച് കാണും, ഒരു ബാർ കാണും, 2-3 ഡംബൽ കാണും, 10 കിലോ. പക്ഷെ കുഴപ്പമില്ല, അതൊക്കെ ഒരു ജേർണി അല്ലേ. നമുക്കിപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങളായിരുന്നു കോളേജ്. സോ അവിടെ ഈ പറഞ്ഞ 2 വർഷം അത്യാവശ്യം വലിയ പ്രോഗ്രസ് ഒന്നും കൊണ്ടുവരാൻ നോക്കിയില്ല വർക്കൗട്ടിനകത്തോ അല്ലെങ്കിൽ നോളജിനകത്തൊന്നും. ജസ്റ്റ് അങ്ങനെ പോയി. പിന്നെ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ചെറിയൊരു ഉൾവിളി വന്നു. എഞ്ചിനീയറിംഗ് എനിക്ക് പറ്റുന്ന സാധനം മനസ്സിലായി. എനിക്കത് ഫസ്റ്റ് ഇയർ വന്നു. എനിക്കത് 3rd ഇയർ ആയി കാണും. അവിടെ മനസ്സിലായത് എന്നെ കൊണ്ട് പൊക്കാൻ പറ്റുന്ന സാധനമല്ല എന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തൊരു ബാക്കപ്പ് വേണം. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സപ്ലി കാര്യങ്ങളൊക്കെ 3rd ഇയറിലാണോ വന്നത്? അല്ല, സപ്ലി എനിക്ക് 2nd ഇയറിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലായിരുന്നു ഞാൻ K2 എന്ന് പറഞ്ഞൊരു വന്നായിരുന്നു. K2 യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ബാച്ച്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ ചറ പറ സപ്ലൈ അടിച്ചു കൊടുക്കും ആൾക്കാർക്ക്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ക്ലിയർ ചെയ്യാതെ നെക്സ്റ്റ് ഇയറിൽ പോകാൻ പറ്റത്തില്ല, ഇയർ ബാക്ക് വരും, അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അറ്റൻഡൻസ് ആയാലും എല്ലാം സീന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിടിച്ചാണ് കൊടുത്തോണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ പേർക്ക് സപ്ലൈ കിട്ടി, എനിക്കും കിട്ടി. അങ്ങനെ 2nd ഇയർ സപ്ലൈ വന്നു. 3rd ഇയർ 4th ഇയർ ഒക്കെ സപ്ലൈ കുറഞ്ഞു, 1 വരുന്നുണ്ടായിരുന്നു. 2nd ഇയർ 3-4 ഉണ്ടായിരുന്നു തോന്നുന്നു. പക്ഷേ 4th ഇയർ ആയപ്പോഴത്തേക്കെല്ലാം തീർത്തു. ഇറങ്ങിയപ്പോഴത്തേക്കെല്ലാം റെഡി ആയിരുന്നു, ലാഗൊന്നും വന്നില്ല അവിടെ. ഇനി പറഞ്ഞു പിന്നെ 3rd ഇയർ ആയപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലായത് എഞ്ചിനീയറിംഗ് ചിലപ്പോൾ എനിക്ക് പറ്റുന്ന ഫീൽഡ് ആയിരിക്കത്തില്ല. സോ ഐ ടു ഫൈൻഡ് സംതിങ് അതർ ദാൻ ദിസ് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഇത് നോക്കിയപ്പം ഡാൻസ് എനിക്ക് അങ്ങനെ പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെയും എൻ്റെ ഒരു അത്രയും സമയത്ത് നല്ലൊരു ഫിസിക് ഉണ്ടായിരുന്നല്ലോ. ഫിസിക് ഉണ്ടാവില്ല, ഐ വാസ് ഓൾവേസ് ആക്റ്റീവ്. അവിടെ ആയാലും സ്പോർട്സ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, വർക്കൗട്ടും ഓൺ ദ സൈഡ് നടക്കുന്നുണ്ടായിരുന്നു. ഒന്നും മിസ് ചെയ്തിട്ടില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സ്വഭാവം അന്ന് പോലെയില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുമ്പം അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്ക് ന്യൂട്രീഷൻ കിട്ടത്തില്ല. അവിടെയും കിട്ടുന്ന സാധനം കഴിക്കും. പിന്നെ ഈ പറഞ്ഞ ഹോസ്റ്റലിൽ മീൻ കിട്ടി ആ രീതിയിൽ. ചിക്കൻ എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ കിട്ടുന്ന വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുമ്പം വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു കെറ്റിലും കൊണ്ടുപോകും. അവിടെ കുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. കെറ്റിൽ കൊണ്ടുപോകും, അതിനകത്ത് കുറേ മുട്ടയും പുഴുങ്ങും, വെള്ളം ചൂടാക്കും, എന്തേലും കുറേ. ഞാൻ കോമ്പറ്റീഷൻ ചെയ്തത് കോളേജ് പഠിക്കുമ്പോഴാണ്, കേരള യൂണിവേഴ്സിറ്റി കോളേജ് പഠിക്കും. എനിക്ക് ടൈറ്റിൽ കിട്ടിയതല്ല അപ്പോഴാണ്. ഇപ്പോൾ കോളേജ് പഠിച്ച സമയത്ത് ഇതൊന്നും പറ്റില്ല. മറ്റേ നമ്മൾ ചെന്നാലും നമുക്ക് വേണ്ട രീതിയിലല്ല. അപ്പോൾ ഈ ക്യാൻറ്റീനിലൊക്കെ അറിയാവുന്ന ചേച്ചിമാരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും കറി പറഞ്ഞാലും 2 പീസ് കൂടുതൽ ഇട്ട് തരും. ചോദിച്ചു പിന്നീടായപ്പോഴത്തേക്കും ഫുഡ് കൊണ്ടുപോകാൻ തുടങ്ങി. ഫുഡ് കൊണ്ടുപോകുമ്പോൾ മറ്റേ പുഴുങ്ങിയൊക്കെ അല്ലേ കൊണ്ടുപോകുന്നത്. അന്ന് നമുക്ക് അറിയുന്ന കാര്യമുണ്ട്, പുഴുങ്ങി മറ്റേ മഞ്ഞപ്പൊടി മാത്രം ഇട്ട ചിക്കൻ. അപ്പോൾ അത് കൊണ്ടുപോകും. അപ്പോൾ ഈ പാത്രം തുറക്കുമ്പോഴേ മറ്റേ സ്മെല്ലാ വരുന്നത്. ചിക്കൻ കറിയല്ലല്ലോ, ഇത് മറ്റേ റോ ചിക്കൻ അല്ലേ. പിന്നെ ആരും അടുത്തോട്ട് വരില്ല, ഒറ്റയ്ക്ക് കഴിക്കാം. പക്ഷെ അത് സ്ട്രഗിൾ വാസ് റിയൽ. മനസ്സിലായി. അതാണ് പ്രശ്നം കോളേജൊക്കെ നിൽക്കുമ്പോൾ. ഇപ്പോഴും കോളേജ് നിൽക്കുന്ന ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ബട്ട് ഇപ്പം കോളേജ് നിൽക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഒത്തിരി. അവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഉള്ള റിസോഴ്സസ് കൊണ്ട് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാനിപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ ഏത്തപ്പഴവും മുട്ടയും ഓട്സും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഒരു ടെറിട്ടറി മാർക്ക് ചെയ്ത് വേറെ തൊടിയിപ്പിക്കാതെ കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവിടെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതൊക്കെ വലിയ പ്രശ്നമാണ്. നമ്മൾ സെൽഫിഷ് ആവും, ആൾക്കാർ കുറെ കേൾക്കേണ്ടി വരും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കറിയാം നമുക്ക് ഉണ്ടല്ലേ പറ്റത്തുള്ളൂ മുന്നോട്ട് പോകാതെ. അവർ നോക്കുമ്പം വെറും ഫുഡ്, നമുക്ക് വെറും ഫുഡല്ല, കാർബ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ് ആണ്. അതിന്റെ അപ്പം അതൊക്കെ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ബട്ട് എന്നാലും അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇഫ് യു ആർ ഇൻ കോളേജ് അല്ലെങ്കിൽ ഹോസ്റ്റൽ. ഞാൻ ശരിക്കും അവിടെ പോകുമ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പിന്നെ അങ്ങനെ കോളേജ് പെയ്യെ 4th ഇയറും കഴിഞ്ഞു. അപ്പോഴാണ് ഈ പറഞ്ഞ ലൈക്ക് പെയ്യെ സോഷ്യൽ മീഡിയ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വർക്കൗട്ട് കാര്യമായിട്ടില്ലായിരുന്നു? എപ്പോഴും വർക്കൗട്ട് ഇസ് ഓൾവേസ് ദെയർ. ആഴ്ച ഒരു 5 ദിവസം പോയിരിക്കും.
കൂടുതലും മറ്റേ ബോഡി വെയിറ്റ് എക്സസൈസസ് ആണ് അല്ലേ? സോ ഞാൻ തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ പോലെ ജിമ്മിൽ നമുക്ക് ഒന്നും അറിയത്തില്ല, റൈറ്റ്? ആ സമയത്ത് ജിമ്മിൽ പോകുമ്പോൾ ആശാൻ പറയുന്നത് വെയിറ്റ് ട്രെയിനിങ് ആയിരിക്കും, മെഷീൻസ് അല്ലെങ്കിൽ ഡംബൽ ബാർബൽ വർക്കൗട്ട് ആയിരിക്കും. ഐ വാസ് ഹാപ്പി, അത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ഈ പറഞ്ഞ സെക്കൻഡ് തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു അഡ്വാൻസ് സമയമായിരുന്നു, ഇൻസ്റ്റാഗ്രാം ഒക്കെ വന്ന സമയം, യൂട്യൂബൊക്കെ. അപ്പോൾ അന്ന് ഞാൻ സെർച്ച് ചെയ്ത് കുറെ ഫോളോ ചെയ്ത ആൾക്കാരുണ്ട്, മൈക്കിൾ വാസ്കോസ്, സ്കോട്ട് മാത്തൈസ് എന്നൊക്കെ പറഞ്ഞ്. അവരെന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ട്രെയിനിങ് ആണ്, കാലിസ്തെനിക്സ്. അപ്പോൾ അവരെ കണ്ട് ഇൻസ്പയർ ആയി. അപ്പം ആദ്യം കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല, ഈ ഫങ്ഷണൽ ട്രെയിനിങ് അല്ലെങ്കിൽ കാലിസ്തെനിക്സ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇവരെ കുറെ വീഡിയോ കണ്ടു, കാണുമ്പോൾ ഇവർ വെയിറ്റ്സ് മാത്രമല്ല ഉപയോഗിക്കുന്നത്, പറക്കുന്നു, ചാടുന്നു, ഫ്ലിപ്പ് ചെയ്യുന്നു, പുഷപ്സ് ഒക്കെ ഇറങ്ങി ചെയ്യുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഇൻസ്പയർ ആയി. അപ്പോൾ ശരിക്കും എന്താണ് കാലിസ്തെനിക്സ്? കാരണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഇപ്പൊ ചിലർ പറയും ഞാൻ കാലിസ്തെനിക്സ് ചെയ്തത്, പക്ഷെ അവർക്കറിയില്ല എന്താ കാലിസ്തെനിക്സ് എന്ന് വെച്ചാൽ അവർക്കറിയില്ല. കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ബോഡി വെയിറ്റ് ട്രെയിനിങ് എന്നാണ്. ബോഡി വെയിറ്റ് ട്രെയിനിങ്, അതാണ് കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ. കാലിസ്തെനിക്സ് എന്ന വാക്ക് ഇറ്റ് കംസ് ഫ്രം ഒരു ഗ്രീക്ക് വേർഡാണ് കാലോസ് ആൻഡ് സ്തെനിക്സ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടി ആൻഡ് സ്ട്രെങ്ത്. സോ ഇതാണ് മീനിങ് ആ വേർഡിൻ്റെ തന്നെ. ബേസിക്കലി ബോഡി വെയിറ്റ് ട്രെയിനിങ് ആണ്. നമ്മളിപ്പം ജിമ്മിലോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യിപ്പിക്കുന്ന പുഷപ്സ്, പുള്ളപ്സ്, ഡിപ്സ്, സ്ക്വാട്സ്, ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെയും ബേസ്. പക്ഷേ ഇവിടെ നമ്മൾ അഡ്വാൻസ് ആകും. അഡ്വാൻസ് ആക്കുമ്പോഴും എഗെയിൻ നമ്മുടെ റെസിസ്റ്റൻസ് മൊത്തം ബോഡി വെയിറ്റ് കൊണ്ടായിരിക്കും. നമ്മൾ എക്സ്ട്രാ ഒരു വെയിറ്റ് ബാർബലോ ഡംബലോ എടുക്കുന്നില്ല. അതാണ് കാലിസ്തെനിക്സ്. പിന്നെ അഡ്വാൻസ് ആയിട്ട് വരുമ്പോൾ കുറേ സ്കിൽസും പഠിക്കും. മസിൽ അപ്പ്, ഹാൻഡ് സ്റ്റാൻഡ്, അവിടുന്ന് അഡ്വാൻസ് പറഞ്ഞാൽ ഫ്രണ്ട് ലിവർ, ബാക്ക് ലിവർ, അങ്ങനെ കുറേ പ്രോഗ്രസ് പോകാൻ പറ്റും, പ്ലാൻസ് ഒക്കെ. സോ ഇതാണ് കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞ സംഭവം. ഇറ്റ്സ് ഓൾവേസ് വിത്ത് ബോഡി. വാട്ട് മേക്സ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ലിഫ്റ്റിംഗ് വെയിറ്റ്സ്? എഗെയിൻ ലിഫ്റ്റിംഗ് വെയിറ്റ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് ഒരു മെഷീൻ അല്ലെങ്കിൽ വെയിറ്റ് ആയിരിക്കും. ഇവിടെ ബോഡി വെയിറ്റ് ആയിരിക്കും നമ്മൾ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത്. പിന്നെ കാലിസ്തെനിക്സ് പറയുമ്പം നമുക്ക് ഫ്രീ സ്റ്റൈൽ ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാറ്റിക്സ് ഉണ്ട്, പിന്നെ റെപ്സ് ആൻഡ് സെറ്റ്സ് ഉണ്ട്. റെപ്സ് ആൻഡ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കുറച്ചുകൂടെ ബിൽഡിംഗ്, ബോഡി ബിൽഡിംഗ് ഫോക്കസ് ചെയ്തിരിക്കും. അവർ പുഷപ്സ് എടുത്താൽ അതിൻ്റെ ഒരു 50 റെപ്പൊക്കെ എടുത്ത് മസിൽ ബിൽഡ് ചെയ്യാൻ നോക്കും. ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ടുണ്ടായിരിക്കും ഈ ബാറെ കിടന്ന് കറങ്ങുന്ന പുഷപ്സ്, അല്ലെങ്കിൽ അത് ഭയങ്കര ഫ്രീ സ്റ്റൈലിംഗ് ആണ്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എല്ലാ പൊസിഷനും ഹോൾഡ് ചെയ്യും. ഇപ്പം പ്ലാൻസ് പറഞ്ഞ ഹോൾഡ് ഉണ്ട് ഗ്രൗണ്ടിൽ, ഈ ഫ്രണ്ട് ലിവർ ഹോൾഡ്, ബാക്ക് ലിവർ ഹോൾഡ്, ഈ ബാറിലൊക്കെ ഹോൾഡ് ചെയ്ത് കിടക്കുന്ന സാധനമാണ് സ്റ്റാറ്റിക്സ്. അപ്പോൾ ഇതാണ് 3 കാറ്റഗറി വരുന്നത് കാലിസ്തെനിക്സ്. പക്ഷെ നാട്ടിൽ അങ്ങനെ, കേരളത്തിൽ അങ്ങനെ കാലിസ്തെനിക്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആരും ഉണ്ടെന്ന് നിപ്പിന് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനുണ്ട്. ഞാൻ തുടങ്ങിയ ഇപ്പം കാലിസ്തെനിക്സ് കേരളത്തിൽ വന്ന സമയത്ത് തുടങ്ങിയ ഒരാളാണ്. ഞാൻ ഫേസ് എന്ന് പറയുന്നില്ല, എന്നാലും ഫ്യൂ അവിടെ ഇവിടെ ഇടയ്ക്ക്. അപ്പോൾ പക്ഷെ അന്ന് ഒത്തിരി സ്പ്രെഡായിരുന്നു. കാലിക്കറ്റ് കുറച്ച് പേര്, ട്രിവാൻഡ്രത്ത് 1-2 പേര്, ഇപ്പോൾ ഞാൻ തിരുവല്ല ആ സ്ഥലത്തായിരുന്നു. അങ്ങനെ കുറച്ച് ഫ്യൂ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല വലിയ റെക്കഗ്നീഷൻ ഇല്ലായിരുന്നു ഇതിനകത്ത്. പക്ഷെ ഇപ്പം കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാം. എന്നാലും ഇറ്റ്സ് സ്റ്റിൽ സ്പ്രെഡിങ് ഔട്ട്. അല്ല എല്ലാവർക്കും അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് സ്പ്രെഡിങ് ഔട്ട്. അതാണ് എൻ്റെ ജേർണി. എനിക്ക് ഇപ്പോൾ 3rd ഇയർ ഒക്കെ ആയപ്പോഴത്തേക്ക് ഐ ഗോട്ട് ടു നോ അബൌട്ട് കാലിസ്തെനിക്സ്. അത് ഈ പറഞ്ഞ വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ കുറേ റിസർച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് കാലിസ്തെനിക്സ് എന്ന്, ആ ഒരു ടേം മനസ്സിലായി. പിന്നെ അതിനെപ്പറ്റി കുറേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്. സമയവും എഫേർട്ട് ഇടാൻ റെഡിയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റും അവിടെ എന്തായാലും, എന്ത് ടോപ്പിക്കായാലും. അപ്പം അഗെയിൻ ഐ വെന്റ് ദേർ, സെർച്ച് ഫോർ കാലിസ്തെനിക്സ്, ആൻഡ് അത് പഠിക്കാൻ തുടങ്ങി ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ ആരും ഗൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ മെന്ററിങ് ഇല്ലെങ്കിൽ നമുക്ക് കുറേ മിസ്റ്റേക്കും തെറ്റും വരും, ഇഞ്ചുറീസ് വരും, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്ത് കാലിസ്തെനിക്സ് ചെയ്യാൻ നോക്കുന്ന ഒരു ബിഗിനറിനോട് എന്താ പറയാനുള്ളത്? കാലിസ്തെനിക്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ അതൊരു പേഷ്യൻസ് വേണം. അതിപ്പം ലിഫ്റ്റിംഗ് ആയാലും ശരി, ഒരു ബോഡി ബിൽഡിംഗ് ആയാലും ശരി, എന്തായാലും ഹൗ ടു സ്റ്റാർട്ട്, അല്ലെ ഇവിടെ നോക്കി പഠിക്കണം, യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതിയോ, അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇറ്റ് കംസ് വിത്ത് എന്താ പറയുന്നത്, വി ഹാവ് ടു പുട്ട് ഇൻ എഫേർട്ട്, എക്സ്ട്രാ എഫേർട്ട് വേണം. ഒറ്റയ്ക്ക് പഠിക്കാൻ പോകുകയാണെങ്കിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പേഷ്യൻസ് വേണം. കാരണം ഒരു സ്കില്ല് പഠിക്കുക എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് പറ്റത്തില്ല, 1 മാസം കൊണ്ട് പറ്റണമെന്നില്ല. അതൊരു ഒരു ജേർണിയാണ്. എല്ലാവരുടെയും പ്രശ്നമാണല്ലോ, 1 മാസം കൊണ്ട് 6 പാക്ക് വേണം. അങ്ങനെ കാര്യമില്ല. അപ്പോൾ ആ ഒരു പേഷ്യൻസ് ഇടാൻ റെഡിയാണെങ്കിൽ ഫൈൻ. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കോണ്ടന്റ് ഉണ്ട് യൂട്യൂബിലൊക്കെ, അല്ലാതെ അവിടെ നിന്നും ഒരു ക്ഷാമവും ഇല്ല. കണ്ടുപിടിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, കണ്ടുപിടിക്കുക, അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഒരു ഓർഡർ പിന്നെ ഉണ്ട്. ഇപ്പം മസിലപ്പ് പഠിക്കണമെങ്കിൽ തന്നെ നേരെ പോയി മസിലപ്പ് പഠിക്കാൻ പോവില്ല, അതിന് മുന്നത്തെ കുറെ സ്റ്റെപ്സ് കവർ ചെയ്യണം. പുള്ളപ്പ് പ്രോപ്പർ ആകണം, ഹൈ പുൾസ് പഠിക്കണം. അപ്പോൾ ആ ഒരു ഓർഡർ ആദ്യം മുതൽ ബേസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നേരെ അത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇഞ്ചുറി വരും, കിട്ടാൻ ചാൻസ് 100% ആണ്.
ഇപ്പം തേർഡ് ഇയർ കാലിസ്റ്റനിക്സിലോട്ട് വന്നു. തേർഡ് ഇയർ ആയപ്പോഴത്തേക്ക് കാലിസ്റ്റനിക്സിലോട്ട് ഇറങ്ങി. പിന്നെ എൻ്റെ 2 വർഷം ഈ പറഞ്ഞ തേർഡും ഫോർത്ത് ഇയറും വീട്ടിൽ ഞാൻ കുറച്ച് ഒരു 10% കാണത്തുള്ളൂ. ബാക്കി 90% വർക്ക് ടുവേർഡ്സ് കാലിസ്റ്റനിക്സ് സ്കിൽസ്, ഇപ്പോൾ ഹാൻഡ് സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്കിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി. അതിന് നമുക്ക് മെഷീൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. അതാ ഞാൻ പറഞ്ഞില്ല, ജിമ്മ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ജിം അല്ല അത്. ഒരു മൂലയ്ക്ക് ബെഞ്ചും ഉണ്ട്, 2 ബാറും ഉണ്ട്, ഡംബലും ഉണ്ട്. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരു പുള്ളപ്പ് ബാറുണ്ട്, അപ്പോൾ എനിക്ക് മസിൽ പിടിക്കാം, കുറേ ഇഷ്ടമായ തറയുണ്ട്, ബാക്കി കാര്യങ്ങളും ചെയ്യാം. അത് പറയാം, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ റീസൺ. നമ്മളെവിടെ എന്ത് സിറ്റുവേഷൻ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അതവിടെ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ ഉണ്ടായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്തെടുത്തു. ഞാനും വിശ്വസിക്കുന്ന ഒരു കാര്യം, എവറിത്തിങ് ലൈഫ് ഹാപ്പൻസ് ഫോർ റീസൺ. അങ്ങനെ ഫോർത്ത് ഇയർ വരെ ആ രീതിയിൽ പോയി. അപ്പം ആ സമയത്ത് ഇപ്പം കാലിസ്റ്റനിക്സ് പഠിക്കുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോസീവ് വർക്കൗട്ട് ചെയ്യുമ്പം വി ഗെറ്റ് നോട്ടീസ്ഡ്. എന്തായാലും ആൾക്കാർ നോക്കും. ഔട്ട് ഓഫ് ഓർഡിനറി ആണത്, യൂഷ്വലി ചെയ്യാത്തൊരു സാധനം ആയതുകൊണ്ട് ആൾക്കാർ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മോട്ടിവേഷനായി. ഇപ്പം കോളേജിൽ പോയി ചെയ്യുമ്പോൾ തന്നെ ആൾക്കാർ നോക്കും, ഇതെന്ത് കാണിക്കുന്നത്, അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ. അപ്പം ഐ സ്റ്റാർട്ട് പോസ്റ്റിംഗ്. ഈ സെയിം സാധനം എടുത്ത് ഇൻസ്റ്റ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അന്ന് ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റ 2017 ആ ടൈമൊക്കെയാണ്. അത്രയും പ്രോമിനൻ്റ് അല്ല, ആൾക്കാർ യൂസ് ചെയ്ത് വരുന്നേ ഉള്ളൂ. അന്ന് റീലൊന്നും ആയിട്ടില്ല, റീലൊന്നും പുറത്തുണ്ട്, ഇവിടെ ആയിട്ടില്ല. അന്ന് കൂടുതലും ഫോട്ടോ ആണ് ആൾക്കാർ പോസ്റ്റ് ചെയ്തിരുന്നത്. ഫോട്ടോ വീഡിയോ ഒക്കെ ചുരുക്കമായിരുന്നു, അന്ന് റീൽസ് ഒന്നും വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഐ സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇറങ്ങി ഈ സെയിം ലൈക്ക് ഇപ്പം പുറത്ത് ആൾക്കാർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പം ഈ പറഞ്ഞ പോലെ മൈക്കിൾ വാസ്കസ് ഒക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്, അത് ഞാൻ കോപ്പി അടിച്ച് പച്ചയ്ക്ക് എൻ്റെ രീതിയിലാക്കി ഞാൻ ഇൻസ്റ്റ ഇടാൻ തുടങ്ങി. പക്ഷെ അപ്പം ഫ്രം 0 ഐ ഓൾമോസ്റ്റ് ഗെയിൻഡ് അറൌണ്ട് 5,000 ഫോളോവേഴ്സ്. കോളേജ് ഇറങ്ങുന്ന സമയത്തായപ്പോഴത്തേക്ക് 5,000-6,000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് അത് നല്ലൊരു ഡീലായിരുന്നു. ഇപ്പൊ ഒരു 100K ഉള്ള വരെ അന്ന് 5,000 എന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ എല്ലാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, എല്ലാരും ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാവർക്കും ഫോളോവേഴ്സ് ആയിട്ട് ഇപ്പൊ 100K വലിയ സംഭവമല്ല, ഒന്നും മെനക്കെട്ട് ആൾക്കാരും കിട്ടും. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ആരും മൈൻഡ് ചെയ്ത സ്ഥലമായിരുന്നു. ഇന്നിപ്പോ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റ, ഇത്രയും ഓഡിയൻസ് ഇപ്പൊ ഉണ്ട്. അന്ന് ഇത്ര ഓഡിയൻസ് ഇല്ലായിരുന്നു. അന്ന് ഈ പറഞ്ഞ ഫേസ്ബുക്കും കയറി വരുന്നുണ്ടായിരുന്നു ഇൻസ്റ്റ. അപ്പൊ അന്ന് 5 അല്ലെങ്കിൽ 6K എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം വിലയുണ്ട്. അപ്പം ആൾക്കാർ നോട്ടീസ് തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കോളേജ് ഇറങ്ങിയത്. കോളേജ് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് ഗോ ഫോർ എനി എഞ്ചിനീയറിംഗ് ജോബ്, പോയിട്ടില്ല. ഇറങ്ങി, ഞാൻ പറഞ്ഞില്ല, എനിക്ക് നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. വെറുതെ പോയാൽ എൻ്റെ ലൈഫ് ഞാൻ ഫോഴ്സ്ഫുള്ളി തീർക്കേണ്ടി വരും. പ്രഷർ ഒന്നും ഇല്ല. എന്തോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലിക്ക് പോകും, അത് പഠിക്കാൻ പോകും, PGക്ക് പോകില്ലായിരുന്നു. വീട്ടിൽ ഇപ്പോൾ എന്തായാലും വരും, അവർ പൈസ മുടക്കി നമ്മൾ വിട്ടത്. അവർക്ക് അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ മെയിൻ പ്രശ്നം, എനിക്ക് ബോഡി ബിൽഡിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മറ്റേ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞാൽ ഡിഗ്രി പഠിത്തം എന്നല്ലാതെ ഒന്നും ഇല്ല. ബോഡി ബിൽഡിംഗ് ചെയ്ത് ഭയങ്കര ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നാട് വിട്ട് പോയിട്ടുണ്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കേരളയുടെ വിഷയമായിട്ട് വേണ്ടി ഞാൻ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ബാംഗ്ലൂർ പോയി ജിമ്മിൽ ജോലി ചെയ്തിട്ടാണ് ഞാൻ ഷോ ചെയ്തത്. മാതിരി പ്രശ്നമായിരുന്നു. വീട്ടിൽ വരും, കാരണം ഇങ്ങനെ ഇപ്പം 6 വീട്ടുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. അവരില്ലാത്ത പൈസ മുടക്കിയായിരിക്കും നമ്മളെ വിടുന്നത്. സ്വപ്നം ഡിഗ്രി ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലേ സക്സസ്ഫുൾ ആവുന്നുള്ളൊരു അവർ വന്ന അവരുടെയും അപ്ബ്രിങ് അങ്ങനെയായിരുന്നു. ലൈക്ക് അവരുടെ വിഷൻ എന്ന് പറഞ്ഞാൽ, അവരറിയുന്ന നോളജ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, ജോലി കിട്ടുക, മുന്നോട്ട് പോവുക. വേറെ ഔട്ട് ഓഫ് ദാറ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് അറിയാവുന്നത് നമ്മളെ പഠിപ്പിക്കാൻ നോക്കി. പക്ഷെ നമ്മൾ വേറെ രീതിയിൽ പോയതേ ഉള്ളൂ. അപ്പോൾ അവര് നന്നായി അല്ലെങ്കിൽ ഇപ്പം കുഴപ്പമൊന്നുമില്ല, നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ഇനീഷ്യൽ എല്ലാവരോടും കാണിക്കാനുണ്ടല്ലോ ഉണ്ട്. അപ്പോൾ എന്തായാലും അവർ ഈ പറഞ്ഞ പോലെ പൈസ മുടക്കി വിട്ടാണ്. അപ്പോൾ എന്തായാലും ചോദ്യം വരും, എന്തിനാണ് ഇനിയും എഞ്ചിനീയറിംഗ് നിർത്തുന്നത്, എനിക്ക് എന്തോ ഓപ്ഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇതിൽ ഇപ്പം ഫിറ്റ്നസ്സോട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോവുകയാണെങ്കിൽ സക്സസ് ആവുമോ, ഉറപ്പെന്താണുള്ളത്. ഇപ്പം സക്സസ് ആയില്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ബാക്കപ്പ്. എനിക്ക് ഉത്തരവൊന്നും ഇല്ല എന്ന് ചോദിച്ചപ്പം, പക്ഷെ ഒരു വിശ്വാസം, ഒരു എന്താ പറയുന്നത്, നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ നമ്മളോട് ചെയ്യാൻ പറ്റുമായിരിക്കും. എഞ്ചിനീയറിംഗ് വേണ്ടെന്നുള്ളത് ഉറപ്പായിരുന്നു. അതേപോലെ തേർഡ് ഇയറിലെ ഞാൻ വീട്ടിൽ പറയുകയും ചെയ്തു, ഞാൻ ചിലപ്പോൾ ഇത് മുന്നോട്ട് പോകത്തിരുന്നു. അന്ന് അവർ വിചാരിച്ച് കളിക്ക് പറയുമായിരിക്കും എന്ന്. പക്ഷെ ഫോർത്ത് ഇയർ ആയപ്പോഴത്തേക്ക് മനസ്സിലായി ഇത് കളിയല്ല, കാര്യമിടാന്ന്. എന്തായാലും കുറേയൊക്കെ പറഞ്ഞ് കൺവിൻസ് ആക്കാൻ നോക്കി, പക്ഷെ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്കൊരു 6 മാസം എന്താ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊച്ചി വന്നു. എന്നിട്ടാണ് ഞാൻ ഒരു ജിമ്മിൽ ജോയിൻ ചെയ്തത്, വർക്ക് ചെയ്യാൻ വേണ്ടി ട്രെയിനറായിട്ട്. അതിന് മുന്നേ ഞാൻ ബാക്കപ്പായിട്ട് ഐ വെന്റ് ഫോർ എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോബ്. അത് നടന്നില്ല, ചീറ്റിപ്പോയി. കാട്ടുപുച്ഛമായിരുന്നു. എന്നുവെച്ചാൽ ഇന്റർവ്യൂ എടുക്കുന്ന
ഇന്റർവ്യൂവിന് പോയി ഞാൻ, അവർ ഓഫർ ചെയ്യുന്ന സാലറി 2,000-3,000 രൂപയൊക്കെയാണ് ഒരു മാസം. മറ്റേ പോസ്റ്റർ ഉണ്ടാക്കാൻ അല്ല, അവർ എന്തൊക്കെ പഠിപ്പിച്ചാലെന്നൊക്കെ പറയുന്നുണ്ട്, ചെയ്യിപ്പിക്കാം, പണി തരാം. പക്ഷേ 2,000-3,000 രൂപയ്ക്കാണ് ഓഫർ ചെയ്യുന്നത്. ഈ 2,000-3,000 രൂപ എന്ത് ചെയ്യാനാ? അപ്പം അധികം ഈ മനസ്സിലായി, ഇനി അവിടെ പോയിട്ടും ഒരു കാര്യമൊന്നുമില്ല, ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അറിയാവുന്ന പണി ഇച്ചിടെ അഡ്വാൻസ് ആക്കാൻ നോക്കാം എന്ന് പറയാൻ എന്നെ ഈ പറഞ്ഞ പോലെ ഒരു ജിമ്മിൽ ഓഫർ കിട്ടി. അപ്പോൾ ഞാൻ അവിടെ പോയി ജോയിൻ ചെയ്തു ട്രെയിനറായിട്ട്. അങ്ങനെ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ദർ. ഒരു ഓൾമോസ്റ്റ് കുറേ മാസങ്ങൾ അവിടെ വർക്ക് ചെയ്തു. ട്രെയിനറായിട്ട് കയറിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു സാലറി? ട്രെയിനറായിട്ട് ഇപ്പോഴും ഓൾമോസ്റ്റ് ക്ലോസ് 10K. കാരണം ഇവിടെ ഉള്ളൊരു മെയിൻ പ്രശ്നമായിരുന്നു ആ ഒരു സമയത്ത്. ഇപ്പൊ പിന്നെയും എനിക്ക് തോന്നുന്നു ട്രെയിനേഴ്സിന് സാലറി പാക്കേജ് ഉണ്ട്, അതും PT അനുസരിച്ചാണ്. ഇപ്പൊ PT അനുസരിച്ചാണ്. അല്ലാതെ ഞാൻ വർക്ക് ചെയ്ത ജിമ്മിൽ PT ഇല്ലായിരുന്നു. 9 to 5 ഇത്രയും മണിക്കൂർ 9 മണിക്കൂർ വർക്ക് ചെയ്യുമ്പം കിട്ടുന്ന സാലറിയാണ് 10,000. ബോഡി ബിൽഡിംഗ് ഫിറ്റ്നസിന്റെ ഈ ഗ്ലാമർ സൈഡ് എല്ലാവരും കാണുന്നുണ്ട്. പക്ഷെ ഒരു ട്രെയിനറിന് കിട്ടുന്ന ബേസിക് സാലറി 10K 15K, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും കൂടുതലാണ് PT വേണം. PT വെച്ചിട്ടാണ് ബാക്കി പൈസ ഉണ്ടാകുന്നത്. ഞാൻ അതിനോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അത് എങ്ങനെയാണ്, അത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതെ, കാരണം ഇത് ആർക്കും അറിഞ്ഞുകൂടാ. സ്ട്രഗിൾ ഓഫ് എ ട്രെയിൻ കാണുമ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ കുറേ ആൾക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ബാക്കിൽ കിടന്ന്. ഉറക്കം നമുക്ക് കിട്ടൂല, രാവിലെ പോകണം, ക്ലയൻസിന്റെ സമയം അനുസരിച്ച്. ഇപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ കയറിയപ്പോഴും ഐ ഹാഡ് ടു റിപ്പോർട്ട് അറ്റ് 5 o'clock. 5 മണി ആകുമ്പോഴത്തേക്ക് ജിമ്മ് തുറക്കുമ്പോൾ ഞാൻ പോയി നിൽക്കണം അവിടെ. അതെ, ജിമ്മിൽ നിന്ന് ഇറങ്ങുന്നത് 11:30 ആകുമ്പോൾ ഇറങ്ങത്തുള്ളൂ രാത്രിയിൽ. ഞാനങ്ങനെ ഫീൽഡിൽ വിട്ടത്, കാരണം നമുക്ക് ഉറക്കമില്ല അവിടെ. നമുക്ക് മെച്ചോ ഇല്ല, പക്ഷെ നമുക്ക് അത്രയും 12 hours 13 hours ഷിഫ്റ്റും. ശരിക്കും ട്രെയിനേഴ്സ് റെസ്പെക്ട് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ സമയം കാണത്തില്ല, ഫുൾ ടൈം നിൽക്കുമായിരിക്കും, ത്രൂ ഔട്ട് ഉറക്കം കാണത്തില്ല. എന്നിട്ടാണ് ക്ലയൻസിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ട്രെയിനേഴ്സാണ് ഒരു എന്താ പറയുന്നത്, ഒരു മോഡലായിട്ട് നിൽക്കേണ്ടത്, റോൾ മോഡലായിട്ട് ഇരിക്കേണ്ടത്. പക്ഷെ അവർക്കത് സമയം കിട്ടാറില്ല പല ആൾക്കാർക്കും, ഈവൻ ദോ ദേ ആർ ഡെഡിക്കേറ്റഡ്. അത് കാരണം സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ട്രെയിനേഴ്സ് ഉണ്ട്. അതുകൊണ്ട് അത് റെസ്പെക്ട് കൊടുക്കേണ്ടതാണ്. എനിവേ, ഞാനീ പറഞ്ഞ പോലെ ജിമ്മിൽ കയറിയപ്പോഴും ഈ സെയിം സൈക്കിളിലായിരുന്നു. ലൈക്ക് ഉറക്കം എന്ന് പറഞ്ഞാൽ 4-5 മണിക്കൂർ കഷ്ടിച്ചായിരിക്കും. പെട്ടെന്ന് കുക്ക് ചെയ്യണം, കിടന്നുറങ്ങണം, എല്ലാം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കണം, ബാക്കിയൊന്നും ഓപ്ഷൻ ഇല്ല. പക്ഷെ അന്നും ഇതിനിടയ്ക്ക് ഇരുന്നാലും ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കും, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ നോക്കും. അതാണ് ഇപ്പം ട്രെയിനേഴ്സിനും കാണാത്തൊരു കാര്യം. ലൈക്ക് അവർ വർക്ക് കയറുന്നു, ഫൈൻ, അവർ ഓക്കെ വർക്ക് കയറുന്ന നല്ല കാര്യം തന്നെയാണ്. ഒരു സേഫായിട്ടൊരു സാലറി കിട്ടുന്നുണ്ട് സൈഡിൽ കൂടെ. പക്ഷെ അവിടെ നിന്ന് അവർ അഡ്വാൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടോ ഇല്ലയോ? പല ആൾക്കാരും ചെയ്തിട്ടത് അഡ്വാൻസ് ചെയ്യുന്നതിൻ്റെ അല്ലല്ലോ. ഇപ്പം എത്ര ട്രെയിനേഴ്സിന് നല്ലൊരു ഫിസിക് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാലത്തൊക്കെ നമ്മുടെ അന്ന് ആശാരം എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ, ഈ വെള്ളം കുടിക്കരുത് പറഞ്ഞ ടീമിന് തന്നെ ബോഡി കാണും, നല്ല ഫാസിലുണ്ട്. പക്ഷെ ഇപ്പം ഈ സർട്ടിഫിക്കേഷൻ എടുത്തിട്ട് കയറുന്ന ട്രെയിനേഴ്സിന് സർട്ടിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ, അവരുടെ ബോഡിയിൽ ഒരു ഉള്ളി മസിലില്ല. അങ്ങനെ മസിലില്ലാത്ത ഒരാൾ പക്ഷെ അതുപോലെ ആറ്റിറ്റ്യൂഡും. എനിക്ക് സർട്ടിഫിക്കേഷൻ ഞാൻ ഈ ചില ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക്, ഞാൻ ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മിലാണെങ്കിലും ചിലരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തോന്നുന്നു അവരൊക്കെ മിസ്റ്റർ ഇന്ത്യ ആണെന്ന്. പക്ഷേ മനസ്സിലായോ, ഒരു വ്യക്തി മസിൽ പോലും അവർക്കില്ല. അപ്പം അവരുടെ ഒരു ബോഡിയിൽ ഒരു കുറച്ച് നല്ല ഫിസിക് ഉണ്ടാക്കാൻ പറ്റാത്തവർ എങ്ങനെയാണ് വേറെ ഒരാളെ ട്രെയിൻ ചെയ്യിക്കുന്നത്? ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഓരോ ക്ലയൻസിന് ചെയ്യിപ്പിക്കുന്നവർ, കാരണം ഇവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, സർട്ടിഫിക്കേഷൻ ഉണ്ടാവും പക്ഷെ വർക്കൗട്ട് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല. ഇവർ ചെയ്യിപ്പിക്കുമ്പോഴും ഫോം തെറ്റിച്ചാണ് ഇവർ ചെയ്യിപ്പിക്കുന്നത് തന്നെ. എന്നിട്ട് കുറേ വർക്കൗട്ട്, എന്നിട്ട് നമ്മളൊക്കെ ഫൗണ്ടേഷൻ ബിൽഡിങ്ങിന് യൂസ് ചെയ്ത വർക്കൗട്ട് അത് തെറ്റാണ്, അത് ചെയ്ത ഇഞ്ചറി വരുമെന്ന് പറയും. പിന്നെ ഇവർ ചെയ്തിട്ടുണ്ടോ? ആ ഒരു കാര്യമുണ്ട്. അപ്പം ട്രെയിനേഴ്സ് ഒരുപാട് ഇപ്പം മിസ്ലീഡ് ചെയ്യുന്നുണ്ട് ആൾക്കാരെ. ശരിയാണ്, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ലൈക്ക് ഒരു ട്രെയിനർ ആകുമ്പം they have to maintain a certain physique, they have to look in a certain way. എന്നാൽ മാത്രമേ ക്ലയൻസിന് നോക്കുമ്പോഴും അവരോട് വിശ്വാസം വരത്തുള്ളൂ. അത് അത് വേണ്ട കാര്യം തന്നെയാണ്. ഇപ്പം ഞാനും ട്രെയിനേഴ്സ് എടുത്തിട്ടുണ്ട്, എൻ്റെ ടീമിലായാലും ട്രെയിനേഴ്സ് ഉണ്ട്. ഞാൻ നോക്കുന്നൊരു കാര്യമാണ്, അവർ അതേ മെയിൻറ്റെയിൻ ദെയർ ഓൺ ഫിസിക്. എന്നാൽ മാത്രമേ എനിക്ക് അവരിൽ വിശ്വാസം വരത്തുള്ളൂ, എന്നാൽ മാത്രമേ അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് വരത്തുള്ളൂ ബാക്കി ക്ലയൻസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ക്ലയൻസ് നോക്കുമ്പോൾ അവർക്കും കോൺഫിഡൻസ് വരത്തില്ല, ട്രെയിനേഴ്സ് സ്വന്തമായിട്ട് അവർക്കും കോൺഫിഡൻസ് കാണത്തില്ല. അവർ സർട്ടിഫിക്കേഷൻ്റെ ഇല്ല പറയുന്നത്, സർട്ടിഫിക്കറ്റ് മാത്രം പോരാ. ലൈക്ക് കുറെ തിയറി മാത്രം പഠിച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്യാൻ പഠിക്കണ്ടേ ഇൻ റിയൽ ലൈഫ്. ആറ്റിറ്റ്യൂഡും. അതുകൊണ്ട് ഉറപ്പായിട്ടും ലൈക്ക് ഫോർ എ ട്രെയിനർ വന്നിരിക്കണം, ലൈക്ക് ഒരു ഫിസിക് വന്നിരിക്കണം. ഇപ്പം അല്ലെങ്കിൽ ഇറ്റ്സ് ലൈക്ക് ടേക്കിംഗ് അഡ്വൈസ് ഫ്രം എ ഹോംലെസ് പേഴ്സൺ. എക്സാക്ട്ലി. ജിമ്മിൽ കയറി കഴിഞ്ഞ സമയത്തും ഈ പറഞ്ഞ സെയിം ഒരു ട്രെയിനർ റൂട്ടീനാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ഇൻ ബിറ്റ്വീൻ ഉള്ള സമയത്ത് മാക്സിമം ക്ലയൻസ് ഇല്ലെങ്കിൽ ഞാൻ അലോക്കേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ആയിരിക്കും. അവിടെ ഞാൻ വേറെ രീതി എന്തൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും എന്ന് നോക്കാറുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ കാണാത്തത് ആൾക്കാർക്ക്. അത് കഴിഞ്ഞിട്ട് കൊറോണ വന്നു. കൊറോണ വന്നപ്പം ഐ ഹാഡ് ടു ഗോ ബാക്ക് ഹോം.
ജിമ്മൊക്കെ അടച്ചിട്ടു കുറേ നാളത്തേക്ക്. ആ സമയത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. യൂട്യൂബ് ഞാൻ വേറൊരു പാർട്ണറോട് സ്റ്റാർട്ട് ചെയ്തു. അത് വേറൊരു ചാനലായിരുന്നു, ഇപ്പോൾ ഉള്ള ചാനലല്ല. ആൻഡ് അത് മുന്നോട്ട് പോയി. കുറേ അത്യാവശ്യം ഒരു 10K ഫോളോവേഴ്സൊക്കെ വന്നു. ആൻഡ് അവിടെ കുറേ കോണ്ടൻ്റൊക്കെ ഉണ്ടാക്കി. അതാണ് ഞാൻ കൊറോണ സമയത്ത് ചെയ്ത സംഭവം എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് കൊറോണ സമയത്താണല്ലോ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഉണ്ടാക്കിയത്. ഞാൻ ആ സമയത്താണ് യൂട്യൂബാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന എൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ കുറേ ക്യാമറ വെക്കുന്നുണ്ട്, ലൈറ്റ് വെക്കുന്നുണ്ട്, ആനയും തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞൊന്നുമില്ല, ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. ടെറസിൽ കുറേ റിങ്സും തൂക്കിയിട്ട് ഒരു എന്താ കറുത്ത തുണിയും തൂക്കിയിട്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വർക്കൗട്ടില്ല, വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതാണ് എൻ്റെ സെറ്റപ്പ്. അങ്ങനെ അതിപ്പോൾ ഉള്ളൊരു കാര്യമാണ്, എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, അതാണ് ആൾക്കാരുടെ വാശി. ഞാനും അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നത് പെർഫെക്റ്റ് ആവണമെന്ന്. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ കൊറോണ വന്ന സമയത്ത് എനിക്ക് വേറെ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല. എന്തായാലും യൂട്യൂബ് തുടങ്ങണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവട്ടെ, ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം, ആരും കാണാതെ പോകുന്നില്ല, തുടങ്ങുന്ന ഒരാളെ ആരും നോക്കിക്കൊണ്ടിരിക്കാനാ എന്ന് വിചാരിച്ചാൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇവൻ അതിനും അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി, ആൾക്കാർ കാണാൻ തുടങ്ങി, സപ്പോർട്ട് തുടങ്ങി. 10K സബ്സ്ക്രൈബേഴ്സായി. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ പറഞ്ഞു എനിക്ക് വേറെ പാർട്ണർ ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ മാറി വെച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം എല്ലാ കൂടെ റെസിസ്റ്റൻസ് ആണ്. ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാം ഇല്ല. എനിക്ക് അയാളെ നോക്കുമ്പോൾ ക്യാമറ ഉണ്ട്, എഡിറ്റർ ഉണ്ട്. പക്ഷെ ഇവരെങ്ങനെ തുടങ്ങിയെന്ന് അവർ നോക്കുന്നില്ല. ചാപ്റ്റർ 1 എന്താണെന്ന് നോക്കിയിട്ടില്ല. ഇപ്പം എൻ്റെ ചാപ്റ്റർ 50 ആയിരിക്കും അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ എങ്ങനെ തുടങ്ങി നോക്കണം. അല്ല വേറെ ആരെ ഇപ്പം നമ്മളൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് തുടങ്ങുന്നതല്ല കാര്യം. കാരണം ഇപ്പം ഞാൻ സംസാരിക്കുമ്പോഴത്തേക്ക് ചിലനോട് പറയാനുണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ നമ്മളിപ്പോൾ പെർഫെക്ഷൻ നോക്കി പോയപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ വെച്ചു പെർഫെക്ഷൻ നോക്കി പോയാൽ ചിലപ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന 2 വീഡിയോസ് ആയിരിക്കും അത്രയും പെർഫെക്റ്റ് ആയിട്ട്. പക്ഷെ എന്ത് വന്നാലും നമ്മൾ ചെയ്യും, ഇത്ര വീഡിയോസ് ചെയ്യും, അല്ലെങ്കിൽ ഈ കണ്ടന്റ് ചെയ്യും തീരുമാനിച്ചാൽ നമ്മൾ ചെയ്തു പോകും, എക്സിക്യൂഷൻ നടക്കും. മറ്റേത് പെർഫെക്ഷൻ നോക്കി എക്സിക്യൂഷൻ നടക്കില്ല, പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബിഗിനേഴ്സിന് അത്രയും ഒബ്സസ്ഡ് ആവേണ്ട ആവശ്യമില്ല പെർഫെക്ഷനിൽ തുടക്കത്തിൽ. ജസ്റ്റ് സ്റ്റാർട്ട്. കാരണം എന്താ നമുക്കൊരു മടി കാണും തുടക്കത്തിൽ. ഓക്കെ, നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ധരിപ്പിക്കുവാണ്, ഓ അതില്ല ഇതില്ല തുടങ്ങണ്ടല്ലോ, എക്സ്ക്യൂസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുവാണ്. ഞാൻ പേഴ്സണലി പോയിട്ടുള്ള ജേർണി ആണല്ലോ, അപ്പോൾ എനിക്കറിയാം. ഞാൻ തന്നെ കുറേ പ്രാവശ്യം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കതില്ലല്ലോ, അപ്പം സ്റ്റാർട്ട് ചെയ്യണ്ട. പക്ഷേ നമുക്ക് വേണമെന്ന് വെച്ചാൽ തുടങ്ങാൻ പറ്റും എന്തുകൊണ്ടും. ഇപ്പോൾ എല്ലാവർക്കും ഐഫോണും ഉണ്ട്. ഐഫോൺ ഇസ് എ ഗ്രേറ്റസ്റ്റ് ടൂൾ ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അന്ന് ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് കുറേ ബിൽഡ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഇൻസ്റ്റയിലും അത്യാവശ്യം റെക്കഗ്നേഷൻ കിട്ടി. അപ്പം നോക്കിയപ്പം ആസ് നമ്മുടെ ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് ആസ് ആ ഫോളോവേഴ്സ് ഇൻക്രീസസ് നമുക്ക് കൂടുതൽ എൻക്വയറി വരും. നമ്മുടെ പോലെ ബോഡി എങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ ഹാൻഡ് സ്റ്റാൻഡ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ എൻക്വയറി ചെയ്യുന്നുണ്ട്, കൊറോണ ആണ്, എനിക്ക് എങ്ങും പോയി ട്രെയിൻ ചെയ്യാൻ പറ്റത്തില്ല, ഐ ട്രൈ ഓൺലൈൻ ട്രെയിനിങ്. അങ്ങനെ ഓൺലൈൻ കോച്ചിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഒറ്റയ്ക്ക്. അത് കൊറോണ ടൈമിലായിരുന്നു. അപ്പം ഓൺലൈൻ കോച്ചിങ് നോക്കാമെന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഓഫ്ലൈൻ ബിസിനസ്സുകളെല്ലാം പോയിട്ടെങ്കിലും ഓൺലൈനിലുള്ള ഏറ്റവും ബിസിനസ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ആ സമയം ഭൂമി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഓൺലൈൻ പിടിക്കാൻ നോക്കിയാൽ ഓൺലൈൻ പിടിച്ചപ്പം ഇങ്ങനെ 1-2 ക്ലയൻസ് വന്നു. അവർ റിസൾട്ട് കാണിച്ചപ്പം പിന്നെയും ക്ലയൻസും ഇൻഫ്ലോ ഇടാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്ത് നോക്കിയപ്പം ഞാൻ ജിമ്മിൽ ഈ പറഞ്ഞ പോലെ 10,000 ഏൺ ചെയ്യുന്നത് 10,000. കൊറോണ സമയം ക്ലിയറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് അത്യാവശ്യം നല്ലൊരു ക്ലയൻ്റ് ഉണ്ട്. അപ്പം മാസം ഇതിനെ ഒരു 3-4 ഇരട്ടി ഞാൻ ഉണ്ടാക്കുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്, ഓൺലൈൻ ട്രെയിനിങ് വെച്ചിട്ട് മാത്രം. വലിയ ചാർജൊന്നും എടുക്കുന്നില്ല ആൾക്കാരുടെ, കാരണം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ പഠിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്നിട്ട് ഈ ജിമ്മിനേക്കാളും കുറേ ലാഭം കിട്ടുന്നുണ്ട്. ജിമ്മിൽ അത്രയും മണിക്കൂർ ചിലവാക്കുന്നതിന് പകരം. പക്ഷേ ആ സമയത്ത് ഈ വീട്ടുകാരുടെയൊക്കെ ജോലി പോയിരിക്കുന്ന സമയം സാലറി കട്ട്, അതെനിക്ക് മനസ്സിലായി. ഡിജിറ്റലിൽ നമുക്ക് എത്ര സ്കോപ്പ് ഉണ്ടെന്ന്, ഡിജിറ്റൽ ബിസിനസ്സിന് ഒത്തിരി സ്കോപ്പ് ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ബിസിനസ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്തു. ഇപ്പം കൊറോണ കഴിഞ്ഞപ്പം ജിമ്മ് സ്റ്റാർട്ട് ചെയ്തു, എന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് കേസ്, ഇനി ഞാൻ വരുന്നില്ല, ഇങ്ങനെ ഞാൻ തന്നെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. ഞാൻ അവിടെ ജിമ്മിൽ ജോയിൻ ചെയ്തില്ല. പിന്നെ ഓൺലൈൻ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. പിന്നെയും കുറച്ചുകൂടെ വീട്ടിൽ നിന്നിട്ട് കുറച്ചുകൂടെ ഓൺലൈൻ ബിസിനസ് കൂട്ടി കോണ്ടന്റ് ക്രിയേഷനും കൂട്ടാൻ തുടങ്ങി. ഇതായിരുന്നു എൻ്റെ അന്നത്തെ സമയം. മൊത്തം 19 അല്ല, കൊറോണ എന്ന് പറയുമ്പോൾ 2021 ആ സമയത്തൊക്കെ കൂടുതലും ഇതിലോട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി, കോണ്ടന്റ് ക്രിയേഷൻ. അപ്പം വലിയ വരുമാനം ഇല്ലെങ്കിലും അത്യാവശ്യം ചിലവ് നോക്കാൻ കഴിയണം, എല്ലാം പറ്റുന്നുണ്ട്. അത് മതിയായിരുന്നു എനിക്ക് അന്ന്. അപ്പോൾ എൻ്റെ അന്നത്തെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അന്നിപ്പം നമുക്ക് ലുക്കപ്പ് ടു ചെയ്യാൻ വേണ്ടി വലിയ ക്രിയേറ്റേഴ്സ് ഒന്നും ഇല്ല, അതാണ് വേറെ പ്രശ്നം. ഇതെന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ ചവറാണെങ്കിൽ ആൾക്കാരുണ്ട്, എന്ത് ഫീൽഡ് എടുത്താലും ആൾക്കാർ ഓൺ ടോപ്പ് ആണ് അവിടെ ഇവിടെ നോക്കാൻ വേണ്ടി. അന്ന് പറഞ്ഞാൽ
കേരളത്തിലെ യുവർ ഓൺ ടോപ്പ് അല്ല ഫിറ്റ്നസ്സിൽ? അല്ല, എനിക്ക് അന്ന് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ആളുണ്ട്, വിജോബി എന്ന് വൈജോ പറഞ്ഞ. വൈജോ ചേട്ടനായിരുന്നു ലൈക്ക് അന്ന് പ്രോപ്പറായിട്ട് കോണ്ടന്റ് ചെയ്തത് ഈ യൂട്യൂബിലും. ചേട്ടൻ യൂട്യൂബിൽ തുടങ്ങി നല്ല രീതിയിൽ അവിടെ ബിൽഡായി. അപ്പോൾ എനിക്ക് എപ്പോഴും ഒരു എന്താ പറയുക ഇൻസ്പിറേഷൻ കിട്ടിക്കൊണ്ടെന്ന് വിജോബി ചേട്ടനെ നോക്കുമ്പോഴായിരുന്നു. അപ്പം അങ്ങനെ ചേട്ടനെ അപ്പോൾ എനിക്കറിയാം, ഓക്കെ ഇത്ര ഓഡിയൻസ് ചേട്ടനുണ്ടെങ്കിൽ ഇത്ര ഓഡിയൻസ് എനിക്കും കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രോപ്പർ കോണ്ടന്റ് ഡെലിവർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്ര ആൾക്കാർ എൻ്റെ അടുത്തും വരും. അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പെയ്യെ തിരിച്ച് കൊച്ചിയിലോട്ട് മാറി. ഒരു അത്യാവശ്യം ബേസിക് ആയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും, ഇൻകം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെയ്യെ തിരിച്ച് കൊച്ചിയിലോട്ട് മാറി. ആൻഡ് ഇവിടെ ഫ്ലാറ്റ് എടുത്തു. പിന്നെയും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ കോച്ചിങ് കുറച്ച് സ്ട്രോങ് ആണെന്ന് നോക്കി, കുറച്ച് ക്ലയൻസിന് എടുക്കാൻ തുടങ്ങി, ചാർജ് കൂട്ടി. പിന്നെ അഗൈൻ ക്രിയേഷൻ, കോണ്ടന്റ് ക്രിയേഷൻ ആയിരുന്നു അന്നത്തെ മെയിൻ ഫോക്കസ്. അപ്പോഴാണ് തോന്നുന്നല്ലോ പുതിയ പേജും ചാനലും തുടങ്ങി. അത് പഴയ പേജ് അപ്പോഴത്തേക്കും നിർത്തിയോ? ഇല്ല, നിർത്തിയതില്ല. എനിക്ക് ഒരു പേജ് ഉണ്ട്. ഇപ്പോൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ട് കോണ്ടന്റ് ക്രിയേഷൻ മൊത്തം പൊയ്ക്കൊണ്ടിരുന്നത് സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞ ചാനലിലേക്ക് ഇൻസ്റ്റാ അക്കൗണ്ട്. പിന്നെ നേരത്തെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞത് അതിൻ്റെ പേര് ആക്റ്റീവസ് എന്നായിരുന്നു. അതിപ്പോൾ ഷട്ട് ഡൗൺ ചെയ്തു. ബിക്കോസ് ഞാനൊരു പാർട്ണറോട് സ്റ്റാർട്ട് ചെയ്തതാണ്. പാർട്ണർ ഞാൻ തമ്മിൽ കുറച്ച് ക്ലാഷായി, ഓഫ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പം ഈ പറഞ്ഞ 10K സബ്സ്ക്രൈബേഴ്സ് എല്ലാം പോയി അവിടുന്ന്. അപ്പോൾ എനിക്ക് യൂട്യൂബ് സത്യം പറഞ്ഞാൽ ഇല്ല, അവിടുന്ന് പോയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പം കുറച്ചാൾ മുന്നേ എങ്ങനെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പം ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാം അത് ജസ്റ്റ് ഇപ്പം ഇൻസ്റ്റ ഇടുന്ന സെയിം സാധനം റീപോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആക്റ്റീവ് കൂടുതലും ഇൻസ്റ്റയിലാണ്. നിപുൻ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് അതാ പറഞ്ഞത്, അതൊരു 2 വർഷം ആവാറായി ഇപ്പം. അതിനെ ഞാൻ ചോദിക്കാനിരിക്കുന്നത്, അത് 1 ഇയർ കൊണ്ട് 100K അത് പറയാൻ വന്നത്. അപ്പം ഈ കൊറോണ സമയത്ത് ആണ് ഞാൻ ഇത് കൊറോണ കഴിഞ്ഞിട്ടാണ് ഈ നിപ്പുൺ ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയത്. കൊറോണ സമയത്ത് ഈ സെൽഫ് മെയ്ഡ് എന്ന് പറഞ്ഞ അക്കൗണ്ടിനകത്ത് അത്യാവശ്യം ഒരു അറൗണ്ട് 25K ഞാൻ ബിൽഡ് ചെയ്തു. കൊറോണ കഴിഞ്ഞ് ഒരു വർഷം 2021 ആയപ്പോഴത്തേക്ക് 25K ബിൽഡ് ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് 25K ബിൽഡ് ആയി കഴിഞ്ഞാണ് പെയ്യെ ഒരു 22 അവർ ആയപ്പോഴാണ് ഞാൻ നിപ്പുൺ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, അന്നും ഈ പറഞ്ഞ പോലെ റീൽ വന്ന സമയമാണ്. അന്ന് ഫുൾ എൻ്റർടൈനിങ് കോണ്ടന്റ് മാത്രമേ ഉള്ളൂ, ഇൻഫർമേഷൻ കോണ്ടന്റ് കുറവായിരുന്നു. ഇൻഫർമേഷൻ കോണ്ടന്റ് നോക്കണമെങ്കിൽ നേരെ ആൾക്ക് യൂട്യൂബിൽ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ എന്നാൽ റീലിനകത്ത് ഇൻഫർമേഷൻ പാസ് ചെയ്ത് നോക്കാം, എങ്ങനെയുള്ള റെസ്പോൺസ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നിപ്പുൺ ഫിറ്റ്നസ് എന്ന ചാനൽ ഉണ്ടാക്കി, ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ. ആൻഡ് അവിടെ വാട്ട് ഈസ് ഫിറ്റ്നസ്, എന്താണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരാൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോസ്റ്റ് ചെയ്ത് തുടങ്ങി. ലൈക്ക് വെരി ബേസിക്. എപ്പം വർക്കൗട്ട് ചെയ്യുന്നത് നല്ലത്, ഉറങ്ങുന്ന എത്ര മണിക്ക് നല്ലത്, അതിന് കഴിക്കുന്നത് എന്തൊക്കെയാണ് നല്ലത്, വെരി ബേസിക്. ആ സമയത്താണ് ഞാൻ കണ്ടു തുടങ്ങുന്നത് വീഡിയോസ്. ഞാനപ്പോൾ വീഡിയോസ് ശ്രദ്ധിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ ആൾക്കാർ പൊതുവെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ്, ലൈറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്യുന്ന രീതിയാണ്, പറയുന്ന പ്രസന്റേഷൻ സ്റ്റൈലാണെങ്കിലും ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യം കണ്ടന്റ്. ഞാൻ ഈ പറഞ്ഞ പോലെ ആ സെൽഫ് മെയ്ഡ് അക്കൗണ്ട് ഉണ്ടാക്കി ക്ലയൻസിനെ കുറെ കൊണ്ടുവന്നു. ആ പൈസയും കൊണ്ട് ഐ സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ഗിയർ, ക്യാമറ മേടിക്കാൻ, ലൈറ്റ് മേടിക്കാൻ. അങ്ങനെ ഞാൻ ഐ എം നോട്ട് സംവൺ ഹു ട്രാവൽസ് എ ലോട്ട്, അല്ലെങ്കിൽ വീക്കെൻഡ്സ് പോയി അടിച്ചു പൊളിക്കുക, അതൊന്നും എനിക്കില്ല അത്രയ്ക്ക്. എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബിൽഡിങ്. എനിക്കിപ്പം 20s മൊത്തം ഉപയോഗിക്കുക, 20s മൊത്തം ബിൽഡ് ചെയ്യുക എന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഞാനപ്പോൾ ആ സമയത്ത് നമ്മൾ ജിമ്മിലായിരുന്നു വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനപ്പോൾ ജിമ്മിൽ വെച്ച് കണ്ടിട്ടുണ്ട്, നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്താണ് ഇത് കണ്ടന്റ് വന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ഗിയർ കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ ക്യാമറ മേടിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ ക്യാമറ ഒക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നിപ്പുൺ ഫിറ്റ്നസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ആ ചാനൽ തുടങ്ങുമ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി കോണ്ടന്റ് ഡെലിവറി ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഒരു കാണുമ്പോൾ സ്റ്റാൻഡേർഡോട്ട് ഇരിക്കണം. കാണുമ്പോൾ ഇത് നോർമൽ കോണ്ടന്റ് അല്ല, ഇവനെന്താ പറയാൻ പോകുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാൻ ആൾക്കാർക്കൊരു. പണ്ട് നടക്കാതെ ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഇവിടെ നടന്നു. അങ്ങനെ ഞാൻ ഇതിലൂടെ ഇറങ്ങി. പിന്നെ ഒരു വെരി ബേസിക് ടോപ്പിക്സ് വെച്ച് കവർ ചെയ്യാൻ തുടങ്ങി, ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മാത്രം. പെണ്ണുങ്ങൾ വർക്കൗട്ട് ചെയ്ത് എന്ത് പറ്റും, അങ്ങനെ വെരി ബേസിക്. അങ്ങനെ ആണ് ഒരു വർഷം കൊണ്ട് 100K അടിക്കാൻ പറ്റിയത്. ഞാൻ വേറെ വലിയ സംഭവം ചെയ്തില്ല. അതിനെ യൂസ് ചെയ്ത് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ ഡെയിലി പോസ്റ്റ് ചെയ്യും, ചിലർ 3 പോസ്റ്റ് വീക്ക്, അല്ലെങ്കിൽ പിന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് അല്ലെങ്കിൽ മറ്റേ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെ ഗ്രോത്ത് വന്ന മൊത്തം ഓർഗാനിക് ആയിരുന്നു. അല്ല, ഞാൻ ഇൻഓർഗാനിക് ബൂസ്റ്റഡ് ഒന്നും ചെയ്യാൻ പോയിട്ടില്ല. അതിൻ്റെ ആവശ്യം അന്ന് വന്നില്ല, കാരണം അത്യാവശ്യം റീച്ച് ഉണ്ട്. ഞാൻ എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, അന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം റീല് റിലീസായി അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഇൻസ്റ്റാഗ്രാം റീൽസ്. അപ്പോൾ അന്ന് ഫുൾ എൻ്റർടൈനിങ്
കോണ്ടന്റ് മാത്രമേ ഉള്ളായിരുന്നു, ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞില്ലേ കുറവായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഫർമേഷൻ കൊണ്ടുവന്ന സമയത്ത് അത് എസ്പെഷ്യലി മലയാളത്തിൽ ഫിറ്റ്നസ്സിൽ, ഇപ്പം വിജയ് ചേട്ടനായാലും പുള്ളി യൂട്യൂബായിരുന്നു, യൂട്യൂബിൽ രാജാവായിരുന്നു. ഇൻസ്റ്റാഗ്രാം എനിക്ക് ആരും ഉപയോഗിക്കുന്നില്ലായിരുന്നു ആ പ്ലാറ്റ്ഫോം. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നോക്കിയാൽ ഞാൻ ഇൻസ്റ്റാഗ്രാം പിടിച്ച് നോക്കാം, ഇൻസ്റ്റാഗ്രാം എങ്ങനെ റെസ്പോൺസ് ഇട്ട് നോക്കാൻ വേണ്ടി ഞാൻ അവിടെയാണ് ഇട്ട് നോക്കിയത്. അവിടെ ഇട്ടപ്പം ആരും ഇല്ലാത്തതുകൊണ്ട് ആ സ്പേസ് എനിക്ക് കിട്ടി തുടക്കത്തിൽ. സോ ഞാൻ ഉണ്ടാക്കിയ കോണ്ടന്റ് നല്ലതായിരിക്കും, ശരിയാണ്, പക്ഷേ എനിക്ക് ആ സ്പേസ് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു എടുക്കാൻ വേണ്ടി, ആരും ഇല്ലാഞ്ഞുകൊണ്ട്. സോ അത് ഞാൻ ആദ്യം കയറി പിടിച്ച് പറ്റി, അതാണ് എനിക്ക് കിട്ടിയ അഡ്വാൻറ്റേജ്. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഏറ്റവും റിലേറ്റബിൾ കോണ്ടന്റ് ഇട്ടു. ആദ്യം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞ് ഹുക്ക് ഇടാൻ തുടങ്ങി. സോ വി നീഡ് ദാറ്റ് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ആൾക്കാർ അറ്റൻഷൻ പിടിച്ചിടും. ഞാൻ കണ്ടിട്ട് ഗ്ലൗസ് ഒക്കെ എടുത്ത് തോട്ടിലേക്ക് അത് തന്നെ. അപ്പം അത് ചിലപ്പോൾ ട്രിഗറിങ് ആയിരിക്കും, ആൾക്കാർ നോക്കും ഇവനെന്താ പറയാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പിടിച്ച് വെക്കാൻ തുടങ്ങും. അങ്ങനത്തെ കോണ്ടന്റ് ഇറക്കിക്കൊണ്ടിരുന്നത്. പിന്നെ എൻ്റെ പോസ്റ്റിംഗ് ഫ്രീക്വൻസി തന്നെ പഠിച്ചാണോ അതോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണ്ട് മുതൽ പണ്ട് മുതലായാലും ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നത് ഇൻസ്പിറേഷൻ എടുക്കുന്നത് പറഞ്ഞാൽ പുറത്തെ ക്രിയേറ്റേഴ്സിനായിരിക്കും. അപ്പോൾ അവർ അവിടെയൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം അവിടെ എന്തൊക്കെ ചെയ്തു, അവരെന്തൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഇവിടെ നോർത്തിൽ വരും, പിന്നെ സൗത്ത് വരും. അപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ അവിടുത്തെ എന്തൊക്കെയാണ് ട്രെൻഡ് എന്ന് അറിയാമല്ലോ. അപ്പോൾ അത് നേരെ ഇവിടെ കോപ്പി അടിക്കും. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കോപ്പി അടിക്കുന്ന പറഞ്ഞാൽ ഇൻസ്പിറേഷൻ എടുക്കും, അത് എൻ്റെ സൈഡിലാക്കും, ഞാൻ ഡെലിവർ ചെയ്യും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ 100K അടിക്കാൻ പറ്റിയത്. പോസ്റ്റിംഗ് ഫ്രീക്വൻസി അത്ര സൂപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ഞാൻ. ആഴ്ച 1 അല്ലെങ്കിൽ 2 മാക്സിമം. കാരണം ഞാൻ തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് എഡിറ്ററിനെ ഹയർ ചെയ്ത് വെക്കാൻ ഉള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യലി എനിക്ക് ഉറപ്പില്ലായിരുന്നു എന്നാൽ വർത്ത് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ തന്നെ ഇരുന്ന് എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പം ഒരാഴ്ച 2-3 ദിവസമൊക്കെ എടുക്കുമായിരുന്നു എഡിറ്റ് ചെയ്ത് പുറത്തെടുക്കാൻ. പക്ഷേ നല്ല കണ്ടന്റ് പ്രൊഫഷണൽ. അത് ഞാൻ തന്നെ കഷ്ടപ്പെടുമായിരുന്നു. ഒരു ലാപ്ടോപ്പ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് കുത്തി ചെയ്ത് എഡിറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പം അവിടെ നമ്മൾ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ബട്ട് ഇറ്റ് വാസ് ഓൾ വർത്ത്. ഇറ്റ് ഹാപ്പൻസ് ഫോർ റീസൺ. ഇപ്പം എനിക്ക് എഡിറ്റിംഗ് അറിയാം. അപ്പോൾ എങ്ങനെ ഒരു എഡിറ്റർ വരുമ്പം പറഞ്ഞു കൊടുക്കണമെന്ന് അറിയാം. അപ്പം അതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ 100K അടിച്ചത്. സ്പേസും ഉണ്ടായിരുന്നു, പിന്നെ സ്ട്രാറ്റജി ഞാൻ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കി. വാട്ട് കീപ്സ് യു മോട്ടിവേറ്റഡ്? കാരണം എനിക്കത് 15 തൊട്ട് ഈ ഒരു ഫിസിക്കൽ ഇതിലുണ്ട്. ഇപ്പം ഞാനും ഫിസിക്കൽ തുടങ്ങുകയാണ്. പക്ഷേ നമ്മൾ ചില സമയത്ത് നമ്മൾ ഓഫ് എടുക്കും, ബ്രേക്ക് എടുക്കും. കാരണം എപ്പോഴും നമുക്ക് ഡയറ്റ് എടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഈ പറഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് അവിടെ പോകണം, ഇവിടെ പോകണം, അടിച്ചു പൊളിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രയോറിറ്റീസ് മാറും. അപ്പം നമ്മൾ വർക്കൗട്ടിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കുള്ളൂ, ഫുഡിന് അത്ര കെയർ ചെയ്യില്ല. ചില സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്നില്ല. ജിമ്മിൽ പോയപ്പോഴും ചില ദിവസങ്ങളിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ മൂടുണ്ടാവില്ല. അപ്പം ഇത്രയും വർഷം what keeps you motivated? What's that driving factor? ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ മുതലേ വർക്കൗട്ട് തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സ്കൂൾ മുതൽ വർക്കൗട്ട് തുടങ്ങുമ്പോഴും ഞാൻ അപ്പം പോലെ ചെയ്യുമ്പോൾ നമുക്ക് സ്കൂളിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ആ ന്യൂ ബിഗിൻസ് വരും, റൈറ്റ്, കുറച്ചൊക്കെ മസിലൊക്കെ അവിടെ ഉരുണ്ട് വരും. അന്ന് ഓരോ ആൾക്കാർ നമ്മൾ നോട്ടീസ് ചെയ്യും, ഇവ എന്തോ എക്സ്ട്രാ ചെയ്യുന്നുണ്ട്, ചെറിയ റെസ്പെക്ട് കിട്ടാൻ തുടങ്ങും നമുക്ക് അന്ന് മുതലേ. ഇല്ലെന്നല്ല, അപ്പോൾ നമുക്ക് എന്തായാലും റെസ്പെക്ട് കിട്ടും. അപ്പോൾ ആ റെസ്പെക്ട് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ അന്ന് ഡ്രൈവിങ് ഒരു ഫോഴ്സ്. സത്യം പറഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ട് പിന്നെയും പിന്നെ ഇടണമെന്ന്. ലൈക്ക് എപ്പോഴും സ്റ്റാൻഡേർഡ് നിൽക്കാൻ പറ്റും, നമുക്ക് യുണീക്ക് ആയിരിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഞാൻ. കാരണം പലർക്കും ഒരു ട്രോമ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞ ഒരു അഗ്രഷൻ സ്പോട്ടാണല്ലോ. അഗ്രഷൻ കംസ് ഫ്രം ട്രോമ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവട്ടും. ചിലർക്ക് ഇൻസൾട്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ പൊതുവെ അത്ലറ്റ്സിന് ഇപ്പോൾ കുറേ പേര് പറയത്തില്ലേ ഈ ബ്രേക്ക് പോയി ജിമ്മിൽ പോകണം. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ പല അഗ്രഷനും തീർക്കാനുള്ളൊരു സ്ഥലമാണ് ജിമ്മ്. ടു ബി വെരി ഓണസ്റ്റ്, ഒരു 8-9 ക്ലാസ് വരെ അപ്പം ഓൾമോസ്റ്റ് എല്ലാവരെയും പോലെ തന്നെ വലിയ നോട്ടീസബിൾ അല്ലായിരുന്നു ഞാൻ സ്കൂളിൽ. എക്സിസ്റ്റ് ചെയ്ത് പോകുന്നേ ഉള്ളായിരുന്നു, അല്ല വലിയ സംഭവം ചെയ്യുന്നില്ല ആരും നോട്ടീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അന്ന് വരെ നോട്ടീസ് ചെയ്തിട്ടില്ല എന്നെ. പെട്ടെന്ന് 11th 12th ഒക്കെ കുറച്ചൊക്കെ മസിലായപ്പോഴത്തേക്ക് ആൾക്കാർ നോട്ടീസ് തുടങ്ങി, റെസ്പെക്ട് കിട്ടാൻ തുടങ്ങി. അപ്പോൾ അത് ട്രെയിനിങ് ഫോഴ്സ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഈവൻ കോളേജിൽ പോയപ്പോഴായാലും ഔട്ട് ഓഫ് ഒരു 100 പേർ എടുക്കുമ്പം നമുക്ക് മാറി നിൽക്കാൻ പറ്റും ഒരു ഫിസിക് ഉള്ളതുകൊണ്ട്. സോ അതുകൊണ്ട് പിന്നെയും അത് ബെറ്റർ ആക്കണം. ആ രീതി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സെൽഫ് കോൺഫിഡൻസ് ശരിക്കും ഡ്രൈവ് ചെയ്യും ഒത്തിരി. ആർക്കും ഉണ്ടാവില്ല. കോളേജ് വരുന്ന പിള്ളേരൊക്കെ ചുമ്മാ അടിച്ചു പൊളിച്ച് നടക്കണം. നമ്മളായിട്ട് ജിമ്മിൽ പോകുന്ന ഡയറ്റ് ഫിസിക് അത് ഒരു വേറെ മൈൻഡ് സെറ്റ് ആണ്. ഇപ്പം ഫിസിക് ഉള്ളവർക്ക് അറിയാം അത് മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് കുറേ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അത് വേണ്ട ഇത് വേണം എന്നൊക്കെ മാറ്റി വെച്ച് ചെയ്യണമെങ്കിൽ ബുദ്ധിമുട്ടാണ്.
ക്രൗഡ് മൊത്തം ഇതിൽ പോകുമ്പോൾ നമ്മളിതായിരിക്കും അതെ പോകുന്നത്. അതെ അത് ബുദ്ധിമുട്ടാണ് ആ ഒരു ചോയ്സ് എടുക്കാൻ. പക്ഷേ ഇറ്റ്സ് ടോട്ടലി വർത്ത് ഇറ്റ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ സത്യം പറഞ്ഞാൽ, ഇറ്റ്സ് ടു സ്റ്റാൻഡ് ഔട്ട്. ബാക്കി നോർമൽ ക്രൗഡിനെക്കാട്ടിലും മാറി നിൽക്കണം. ഐ വോണ്ട് ഡു സംതിങ് ഡിഫറെൻ്റ്ലി ഫ്രം വാട്ട് അതേഴ്സ് ഡു. അതായത് എനിക്കൊരു മെയിൻ മോട്ടിവേഷൻ. അങ്ങനെയാണ് ഞാൻ. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ്, ബട്ട് ഇൻ പോസിറ്റീവ് വേ എനിക്ക് നോക്കാൻ പറ്റും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ ഹാവ് ഇത്ര ഫോളോവേഴ്സ്. സോ ഇവർക്കെല്ലാം കോണ്ടന്റ് ഡെലിവർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇൻസ്പയറിംഗ് ദം. സോ ഞാൻ എൻ്റെ ഫിസിക്ക് അല്ലെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങൾ ഓൺ പോയിന്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഇൻസ്പിറേഷൻ കിട്ടത്തില്ല. പീപ്പിൾ ലുക്ക് അപ്പ് ടു യു. യാ പീപ്പിൾ ലുക്ക് അപ്പ് ടു മീ. സോ അതുകൊണ്ടും ദാറ്റ്സ് അഗൈൻ റെസ്പോൺസിബിലിറ്റി. യാ റെസ്പോൺസിബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആൾക്കാർ ഡൗട്ട് ചോദിക്കാൻ വരും, ഇത് ചോദിക്കാൻ വരും. ഇതൊക്കെ പറഞ്ഞല്ലെങ്കിൽ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഐ നീഡ് ടു ലുക്ക് ആഫ്റ്റർ മൈസെൽഫ് ഫസ്റ്റ്. നമ്മൾ ഈ ഫിസിക്കും കൊണ്ട് നടന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് ഇടുമ്പോഴേക്ക് ഈ ക്ഷീണിച്ചു പോലും. അപ്പൊ ആൾക്കാർ ആദ്യം അയ്യോ ക്ഷീണിച്ചു പോലോ, അയ്യോ വയറി അടിയിലോ, ഇത് കേൾക്കുമ്പോൾ നമുക്ക്. സോ അതുകൊണ്ട് അത് ഒത്തിരി പ്രശ്നമാണെന്നല്ല പറയുന്നത്, പക്ഷെ അതൊരു ആവശ്യമുള്ള കാര്യമാണ്. അതെ അതെ അത് ഇപ്പോഴത്തെ മോട്ടിവേഷൻ അതെന്ന് പറയാം. ഇറ്റ് വാസ് ഓൾവേസ് ടു സ്റ്റാൻഡ് ഔട്ട്. ഓക്കെ. ഇപ്പം മെയിനായിട്ട് നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പം യങ്സ്റ്റേഴ്സിന് ഫിറ്റ്നസിനെ പറ്റി കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ വീട്ടുകാർക്ക് കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. കാരണം നമ്മൾ ഈ മുട്ടയും ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് പേടിയാണ്. മറ്റേ പ്രോട്ടീൻ അവൻ പൊടിയാ അല്ലെ അവൻ മരുന്ന ഈ ഒരു സാധനമുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കുള്ള ഇതുപോലെ കുറേ മിസ്കൺസെപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്താ ശരിക്കുള്ള ഒരു ഒപ്പീനിയൻ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം മൊത്തം എടുത്ത് നോക്കിയാൽ ഇത് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ടാണ് പിടിച്ചിരിക്കുന്നത്. ലൈക്ക് നമ്മൾ തെറ്റെന്ന് അല്ലെങ്കിൽ ശരിയെന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ തെറ്റെന്ന് പറഞ്ഞു മനസ്സിലാക്കുമ്പോഴാണ് ആൾക്കാർ ഞെട്ടുന്നത്. അതാണ് ഫുൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം വെച്ചിരിക്കുന്നത്. സോ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിൽ വരുന്നത്? ഇപ്പോൾ നോർമൽ ഒരാളോട് ഡയറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ മുട്ട, ഓട്സ്, പുഴുങ്ങിയ ചിക്കൻ, അങ്ങനത്തെ ഒരു പ്ലെയിൻ ബ്ലാൻഡ് ഫുഡാണ് മനസ്സിൽ വരുന്നത്. അല്ലാതെ ഡയറ്റ് എന്ന് പറഞ്ഞത് വെറുക്കുന്ന സാധനങ്ങളാണ് കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഡയറ്റ് എന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും ഇന്നിടെ കഴിക്കാൻ പറ്റുന്ന സർട്ടൻ എമൗണ്ട് ഓഫ് കാലറി ഉണ്ട്. ഓരോരുത്തരുടെ ബോഡി വെയ്റ്റും ഹൈറ്റും അതുപോലെ മെറ്റബോളിസം ഒക്കെ കണക്ക് കൂട്ടിയിട്ടാണ് അത് വരുന്നത്. അതിനകത്ത് ആ അത്രയും കാലറിക്കകത്ത് അടങ്ങുന്ന എന്ത് ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും ചോക്ലേറ്റ് കഴിക്കാം, എനിക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും സ്റ്റിൽ. അല്ലാതെ ഈ പുഴുങ്ങിയ ചിക്കനും മുട്ടയും മാത്രം കഴിച്ചുകൊണ്ടല്ല. അപ്പം അതിൽ ശരിക്കും ടേമാണ് ഇഫ് ഇറ്റ് ഫിറ്റ്സ് യുവർ മാക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലറി റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. വെള്ളം കുടിച്ചാലും വണ്ണം വെക്കുക, രാത്രിയിലൊന്നും കഴിക്കത്തില്ല, രാത്രി ഞാൻ പട്ടിണി കിടക്കും വണ്ണം കുറയ്ക്കും, അങ്ങനെ കുറെ ടീമുകളുണ്ട്. അത്രയൊന്നും വേണ്ട, അത്ര എക്സ്ട്രീം ഒന്നും പോകണ്ട. ബേസിക് നമ്പർ ഒരു സയൻസ് ആണ്, ഫുൾ നമ്പർ ഗെയിമാണ്. അത് ഒന്നും ഡീകോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. അപ്പം ഫസ്റ്റ് മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഡയറ്റ് എന്ന് പറയുമ്പോൾ പട്ടിണിയും അതുപോലെ വെറുക്കുന്ന സാധനമല്ല. എനിക്കറിയാം 2 ദിവസം കണ്ടിന്യൂസ് പട്ടിണി കിടന്നറിയാം. ഫാസ്റ്റിങ്ങിന്റെ ബെനിഫിറ്റ്സിന് വേണ്ടി കഴിക്കാതിരിക്കുന്നത് വേറെ. പക്ഷെ ഇത് തടി കുറയ്ക്കാൻ വേണ്ടി 2 ദിവസം പട്ടിണി കിടക്കും, രാത്രി ഫുഡ് കഴിക്കത്തില്ല, രാത്രി ഫുഡ് കഴിക്കാതിരുന്നു വെള്ളം കുടിച്ചിട്ട് വരെ ഞാൻ വണ്ണം വെക്കുക എന്ന് പറയുന്ന പറഞ്ഞിട്ടുണ്ട്. അത് അവസാനം മെറ്റബോളിസം താഴോട്ട് പോകത്തേ ഉള്ളൂ, നശിക്കത്തേ ഉള്ളൂ. അതിന് പകരം കഴിച്ചോണ്ടാ ഡയറ്റ് ചെയ്യേണ്ടെന്നുള്ള കാര്യം. പ്രോപ്പർ ഫുഡ് കഴിക്കണം, നമുക്ക് ന്യൂട്രിയൻ ഡെൻസ് ഫുഡ് നമുക്ക് വേണം. അത് വെച്ച് ഡയറ്റ് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ അതിനും പുഴുങ്ങി കഴിക്കണമെന്നില്ല. വീട്ടിലുണ്ടാകുന്ന മസാലയും ചോറും എല്ലാം തന്നെ കഴിക്കാൻ പറ്റും. ബട്ട് എല്ലാത്തിനും അളവ് നോക്കുക, അതാണ് ഫസ്റ്റ് മിസ്കൺസെപ്ഷൻ. അപ്പോൾ ഒരാളുടെ ലൈഫിൽ റോൾ ഓഫ് ന്യൂട്രീഷൻ എന്താണ്? അത് ഒരു നമുക്ക് പല പല ഏജ് കാറ്റഗറി ആയിട്ട് പറയേണ്ടി വരും. ഇപ്പം ആൾക്കാരുടെ ഒരു വിചാരമുണ്ട്, ഇപ്പോൾ 20s-ലോ 25-ലോ 30-ലോ എങ്ങനെ വേണോ നടക്കാം, നമുക്ക് ഒരു കുഴപ്പം വരില്ലെന്ന്. പക്ഷേ നമ്മുടെയൊക്കെ അപ്പനപ്പൂമ്മമാർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ നമ്മുടെ ജനറേഷനിൽ വരുമ്പോഴത്തേക്കും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഹാബിറ്റ്സും കാരണം ഒരുപാട് ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് വരുന്നുണ്ട്, ലോവർ ടെസ്റ്റോസ്റ്ററോൺ വരുന്നുണ്ട്. അപ്പം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. ഇപ്പം EDയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ജനറേഷനിൽ 30-40 ഇയേഴ്സിലൊക്കെ എല്ലാവർക്കും ഇടി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പം അപ്പനപ്പൂമാർക്ക് എന്തോ 50 years 60 ഇയേഴ്സിലൊക്കെ ആയിരിക്കും അവർക്കുള്ള ടെസ്റ്റോസ്റ്ററോൺ പോലും ആ ഏജിലുള്ളത് പോലും ഇല്ല. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസിലൊക്കെ കാണിച്ച സംഭവമാണ്. ലൈക്ക് വർഷങ്ങൾക്ക് മുന്നേ 50, 55, 60 വയസ്സുള്ള ആൾക്കാർ ടെസ്റ്റോസ്റ്ററോൺ പോലും നമുക്കിപ്പം 20 വയസ്സിൽ കാണുന്നില്ല എന്ന്. അതിൻ്റെ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മൾ റിലൈ ചെയ്യുന്ന ഫുഡ് സോഴ്സസ്, അതുപോലെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് മാറി. നമ്മുടെ ഔട്ട്ഡോർ എക്സ്പോഷർ കുറഞ്ഞു, അപ്പം വൈറ്റമിൻ D ഡെഫിഷ്യൻസി വരും. അത് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഒരു ഫാക്ടറാണ് ലോവർ ടെസ്റ്റോസ്റ്ററോണിൻ്റെ. പിന്നെ അങ്ങനെ പല ഡെഫിഷ്യൻസി കാരണം അത് വരും. പിന്നെ നമുക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടിയാൽ അഗൈൻ ലോവർ ടെസ്റ്റോസ്റ്ററോൺ വരും.
പിന്നെ ലൈഫ് സ്റ്റൈലിൽ കുറേ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഫ്ലൂറൈഡ് ലൈക്ക് ഇൻ വാട്ടർ. നമ്മൾ ടാപ്പ് വാട്ടർ യൂസ് Tap water use ചെയ്യുന്ന ചെയ്യുക. കണ്ടന്റ് കൂടുതലാണെന്നുള്ളൊരു അപ്പോൾ അങ്ങനെ കുറേ കാരണങ്ങളാണ് ഇപ്പം ഈ ഒരു ലോ ടെസ്റ്റോസ്റ്ററോൺ വരാൻ കാരണം. പക്ഷെ അത് ബേസിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതന്നെ മാറിക്കോളും. നമ്മൾ എത്രയും സ്ട്രെങ്ത് ട്രെയിനോട്ട് ഇറങ്ങുന്നു, പ്രോപ്പർ ഡയറ്റാണ് ഫോളോ ചെയ്യുന്നത്, പിന്നെ ഈ പറഞ്ഞ സൺ എക്സ്പോഷറും അതുപോലെ ബാക്കി കുറച്ച് ബേസിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം മതി. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ എന്ത് ലോ ഫാറ്റ് ഉണ്ടെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ കൂടുതൽ പറഞ്ഞാൽ ബോഡി ഷേവിങ് ആയി. ഇപ്പൊ അതാണല്ലോ ട്രെൻഡിങ്. പറഞ്ഞ കാര്യമല്ല, ബോഡി ഷേമിങ് അത് വേറൊരു ഒടുക്കത്തെ ഫാറ്റ് അണ്ടർസ്റ്റാൻഡ്, അതാണ് റിയാലിറ്റി. അത് മനസ്സിലാക്കിയിട്ട് അത് കുറയ്ക്കാൻ നോക്കുക. അല്ലാതെ ഇപ്പൊ നിങ്ങൾ ഫാറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാവരെയും പിടിച്ച് അതിനകത്ത് ഇടാനല്ല നോക്കണ്ടത്. അതെ അതെ. ഞാൻ തന്നെ ഒരു 3 കാരണം ഈ ഫാറ്റ് ആയിട്ടുള്ളവർ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ടാവും. ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ ചിലപ്പോൾ മെലിഞ്ഞിരിക്കുന്നവരേക്ക് സപ്പോർട്ട് ചെയ്യുന്നത്, അവർക്ക് ഈ പ്രശ്നങ്ങൾ കാണത്തില്ല. എന്നിട്ട് പിന്നെ ഈ ഒരു ക്യാമ്പയിൻ പോലെ ഇപ്പൊ നടക്കുന്ന ഒരാൾ തടിച്ചിട്ടുണ്ട് നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ അത് ബോഡി ഷേമിങ് ആയി. ലൈക്ക് അത് ഹാർഷായിട്ട് ഓൺ ടു ദ ഫേസ് പറയാൻ പറ്റത്തുള്ളൂ. വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം ഉണ്ട്, അത് കുറയ്ക്കേണ്ട ആവശ്യം ഇതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നീ ഫ്യൂച്ചർ ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക. അത് ഈ പറയുന്ന ആള് ഫാറ്റ് ആയിട്ടുള്ള ആൾ ഒറ്റയ്ക്കാ ഫേസ് ചെയ്യുന്നത്, ഈ സപ്പോർട്ടേഴ്സ് ഒന്നും ഒപ്പം കാണാൻ വരത്തില്ല. ആൻഡ് ഇത് വിറ്റ് കാശാക്കാൻ വേണ്ടിയാണ് ഈ കണ്ട കമ്പനീസ് ഒക്കെ ഇപ്പൊ ഇരിക്കുന്നത്. അത് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവർക്ക് ആ സമയത്ത് കാരണം ഇപ്പൊ മസിലുള്ള എഴുതനാവെന്ന് പറയുന്നെങ്കിൽ മസിലിന്റെ അഹങ്കാരമാണ്, അതാണ് അഹങ്കാരമാണ്, കാരണം കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കി. അല്ലാതെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടൊരു കാറ് മേടിച്ചിട്ട് കണ്ട് കാർഷടിയിടാനല്ലോ, അത് കാണിക്കാൻ ഷോ ഓഫ്. അതുപോലെ തന്നെ മസിലുണ്ടെങ്കിൽ കാണിച്ചിരിക്കും, പക്ഷെ ആ പറയുന്നതിന് അർത്ഥമുണ്ടോ അല്ലെങ്കിൽ കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണം ഈ കേൾക്കുന്ന ആള്. അല്ല അവിടെ ഇമോഷൻസ് വെച്ച് ചിന്തിക്കല്ല. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു കൾച്ചർ ബിൽഡ് ആവുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ പയ്യെ ബിൽഡായി വരുന്നുണ്ട്. നേരത്തെ പുറത്തൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും ഇപ്പം ബീങ് ഫാറ്റ് ഈസ് ഓക്കെ എന്നാ പറയുക. ഹൗ ഈസ് ഇറ്റ് ഓക്കെ? അത് ആൾക്കാർ ചിന്തിക്കുന്നില്ല. പക്ഷെ അതങ്ങനെ കൊണ്ടുവന്നു. ഇപ്പൊ ആൾക്കാരെ ഇത് പറയാൻ പറ്റൂല, അല്ലെ എന്ത് കഴിക്കും ഇത് കഴിക്കരുത് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നീ തടിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഒരു പെണ്ണ് മുഖത്തേക്ക് യു ലുക്ക് ഫാറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് കഥ മാറി അവിടെ. കഥ മാറി. അതിപ്പം നമ്മളപ്പോഴത്തേക്ക് ടോക്സിക് ആയി. അതെ, ടോക്സിക് ആയി. മറ്റേ വിശ്വസിച്ച് ആ ഒരു രീതിയിലോട്ട് വരും. ഇല്ല, സത്യമാണ്. പക്ഷെ അവർ അനുഭവിക്കാൻ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അവരുടെ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡിന്റെ ഹാബിറ്റ്സ് ഉണ്ട്. ഇപ്പം PCODs ഇപ്പൊ ജനറേഷന് ഭയങ്കര കൂടുതലാണ്, ഇപ്പൊ നല്ല കൂടുതലാണ്. ഇപ്പൊ ഞാൻ ട്രെയിൻ ചെയ്യുന്ന പകുതി മുക്കാൽ ക്ലയൻസിന് ഇതുള്ളതാണ്. തൈറോയിഡിന്റെ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാരണം ലൈഫ് സ്റ്റൈലാണ്. പക്ഷെ ഇത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയാല്, മനസ്സിലാക്കാൻ ശ്രമിച്ചാല് ഓഫർ ഉണ്ടാവും. Then I don't know what is the solution. അവർ മനസ്സിലാക്കുക ഇതാണ് പ്രശ്നമെന്ന്. So what's the correct lifestyle for a man, for a woman? For anyone, ബേസിക്കായിട്ട് ന്യൂട്രീഷൻ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ന്യൂട്രീഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും വേണ്ടി എമൗണ്ട് ഓഫ് കാലറി കണ്ടുപിടിക്കുക, അത് കഴിക്കാൻ നോക്കുക. എനിത്തിങ് അബൌവ് ദാറ്റ് മെയിൻ്റെനൻസ് കാലറി നമുക്ക് വണ്ണം വെക്കും. അതുകൊണ്ട് അത് മാക്സിമം കുറയാൻ നോക്കുക. ഇപ്പോഴത്തെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിനെ വെച്ച് നോക്കുമ്പം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കാലറി നമ്മൾ വെറുതെ നിന്ന് കഴിക്കുന്നുണ്ട്. നമ്മൾ ആക്റ്റീവും അല്ല, അതിന് മുന്നോട്ട് കുറേ കാലറി കഴിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം സ്ട്രെസ് ഈറ്റിങ് അങ്ങനെ പല കാരണങ്ങൾ കാണും. പക്ഷെ എന്നാലും വി നീഡ് ടു പുട്ട് ഇൻ എഫേർട്ട് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ആണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂട്രീഷൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 80% ഇഷ്യൂസ് മാറും, 70 to 80%. പിന്നെ ആക്ടിവിറ്റി ലെവൽ ഇൻക്രീസ് ചെയ്യുക. അതിലിപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോയി ഹാർഡ് കോർ വർക്കൗട്ട് ചെയ്യണമെന്നല്ല പറയുന്നത്. കളിക്കാൻ പോകും, നടക്കാൻ പോകും, ഓടാൻ പോകും. ഫൈൻഡ് എനിത്തിങ് ദാറ്റ് എക്സൈറ്റ്സ് യു, അത് ഫോളോ ചെയ്യുക. അത്ര പറയുന്നത്. അതിലൊരു ജനറേഷൻ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഇങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കളിക്കുകയായിരിക്കും, എല്ലാവരും വീട്ടിലിരുന്ന് ഗെയിമേഴ്സ്. അതുകൊണ്ട് പ്ലീസ്, അതാണ് ഞാൻ ആക്ടിവിറ്റി ആരും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള. അതൊന്ന് എക്സ്ട്രാ ആഡ് ചെയ്യാൻ നോക്കുക. ലൈക്ക് കളിക്കാൻ പോകും, എന്തായാലും കുഴപ്പമില്ല. കാരണം IQ പരമായിട്ട് ഓക്കെ, അവർക്ക് റിസോഴ്സസ് ഉണ്ടാവും, നോളജ് ഉണ്ടാവും. പക്ഷേ ഫിസിക്കൽ സൈഡ് വരുമ്പോഴത്തേക്കും ഭയങ്കര വീക്കാവും. അത് അവർ ഇമോഷണലി വീക്കാ. ഇഫ് യു ഡോണ്ട് ഹാവ് എ സ്ട്രോങ് ബോഡി, മൈൻഡിന്റെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ലൈക്ക് ഒരു സ്ട്രോങ് ഫിസിക് ഉണ്ടെങ്കിൽ അത് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിരിക്കും. നമുക്ക് നമ്മളോട് കോൺഫിഡൻസ് കൂടും. ഓക്കെ, ഐ ആം സംതിങ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. ഇപ്പം ആണുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ ലോ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ഒരാൾക്ക് എങ്ങനെയാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അതാ പറഞ്ഞത്. സോ ബിൽഡ് യുവർ സെൽഫ്. ആ കാര്യത്തിൽ ബിൽഡ് എ ഫിസിക്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനോട് ന്യൂട്രീഷൻ ഫോക്കസ് ചെയ്യുക. ആൻഡ് ഗോ ഔട്ട്ഡോർ, കുറേ സമയം പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടക്കാൻ നോക്കുക. ആ ഒരു എൻവയോൺമെൻറ്റും കൂടെ അഡാപ്റ്റ് ആവുക. ഗ്രൗണ്ട് യുവർ സെൽഫ്, പുറത്തൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ നടക്കാൻ നോക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ചെയ്യാം. അതിലുണ്ടാവുന്ന അതുപോലും ഇവിടെ പലർക്കും അറിയില്ല. അതിലുണ്ടാവുന്ന റിക്കവറി എന്താണ് നമ്മൾ പലരും പറയുന്നുണ്ട്. അതിൻ്റെ വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഗ്രൗണ്ടിങ്ങിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ റിക്കവറി, ബോഡിക്ക് വേണ്ട റിക്കവറി, അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളോ അല്ലാത്ത ഒരാളോ, അല്ലെ ഹൈ സ്ട്രെസ്സിലുള്ള ഒരാൾക്കും എത്ര ഇമ്പോർട്ടൻ്റ് ആണത്. ബീയിങ് ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും, അത്ര നല്ലതാണ്. സണ്ണ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രൗണ്ടിങ്, നമ്മുടെ ബെയർ ഫീറ്റ് കൊണ്ട് കോണ്ടാക്ട് വരിക ഗ്രൗണ്ടിൽ, അത് ശരിക്കും പറഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ ആ ഒരു
ഫുൾ ബോഡി റിക്കവറിയും അതുപോലെ കണക്ഷൻ ബിൽഡ് ചെയ്യാനും with earth അങ്ങനെ എന്തൊക്കെ കുറേ പ്രോപ്പർ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ പലരും ചെയ്യാറൊന്നുമില്ല. അത് ചെയ്യുക. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ സ്ലീപ്പാണ്. അറിയാം, വെൻ വി ആർ ബിൽഡിങ് സംതിങ് നമുക്ക് ചിലപ്പോൾ ഉറങ്ങി കിട്ടത്തില്ലായിരിക്കും. പക്ഷേ അത് എന്താ പറയുക, നമുക്കത് അറിയാതെ പറ്റിപ്പോകുന്നതായിരിക്കും. പക്ഷെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു സ്റ്റേജ്. അത് വേറെ സ്റ്റേറ്റ് ആണ്. നമ്മൾ ഈ സീരീസ് കണ്ടോണ്ട് അത് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വരുത്തി വെക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉറക്കം ചുമ്മാ സാക്രിഫൈസ് ചെയ്ത് സിനിമ കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോവുക, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. പക്ഷേ ഇപ്പോൾ നമ്മൾ വേറെ ഈ പറഞ്ഞ എന്തെങ്കിലും ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം കിട്ടാതാവുക സിറ്റുവേഷൻ അനുസരിച്ചാണ്, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. വി ആർ ഹെൽപ്ലെസ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉറങ്ങാൻ പറ്റും. ഇഫ് യു ആർ അഗെയിൻ സാക്രിഫൈസിങ് സ്ലീപ്പ്, അത് നിങ്ങൾ എന്തായാലും വാച്ചിങ് സീരീസ് ആൻഡ് ഈറ്റിംഗ് ജങ്ക് ഫുഡ്, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കോമ്പിനേഷൻ. ദാറ്റ് ഈസ് നോട്ട് അക്സെപ്റ്റബിൾ. അപ്പം സ്ട്രെസ് ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. യു ആർ ഗെറ്റിംഗ് സ്ട്രെസ് ബിക്കോസ് യു ഡോണ്ട് സ്ലീപ്പ് ഇനഫ്, അല്ലെങ്കിൽ യു ആർ നോട്ട് ഈറ്റിംഗ് ദ റൈറ്റ് ഫുഡ്. ഇവര് സ്ട്രെസ് ആയിട്ട് എന്താ വർക്കൗട്ട് ചെയ്യാതെ? എനിക്ക് സ്ട്രെസ് കൂടുമ്പോൾ ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ 10 കിലോ പൊക്കും, ഞാൻ 20 കിലോ വെക്കും. എക്സ്ട്രാ മോട്ടിവേഷൻ. സോ സ്ലീപ്പ് വെൽ, അതാണ് നെക്സ്റ്റ് തിങ്. നമ്മളെല്ലാവരും മിസ് ഔട്ട് ചെയ്യുന്ന സാധനമാണ് യു ആർ നോട്ട് സ്ലീപ്പിംഗ് വെൽ. പ്രോപ്പർ സ്ലീപ്പ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുക. ഒരു സമയത്ത് കിടന്ന് ഉറങ്ങാൻ നോക്കുക, ഒരു സമയത്ത് എണ്ണീക്കാൻ നോക്കുക. അതുപോലെ സ്ലീപ്പിനെ ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പം വേണ്ടത്. വാട്ട്സ് യുവർ ഡേ ഇൻ ദ ലൈഫ് ലൈക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇറ്റ് കംസ് ടു ഡയറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു വർക്കൗട്ട് ആയിക്കോട്ടെ, ഒരു സ്ലീപ്പ് സൈക്കിൾ ആയിക്കോട്ടെ, ദിവ്യം ഫോളോ ചെയ്യുന്ന ഒരു റെജിമെൻ്റ് എന്താ? സോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഐ ആം ഇൻ മൈ ബിൽഡിംഗ് ഫേസ്. സോ ഞാനിപ്പം പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ ഐ എം ബിൽഡിംഗ് എ ടീം, ഐ എം ബിൽഡിംഗ് എ ബിസിനസ് അറൗണ്ട് ഇറ്റ്. ഫിറ്റ്നസിനെ വെച്ചിട്ടുള്ള ബിസിനസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ഞാൻ പേഴ്സണലി ഐ യൂസ് ടു ടേക്ക്, പണ്ടെന്ന് പറഞ്ഞാൽ ഐ യൂസ് ടു ടേക്ക് 8 to 10 ക്ലയൻസ് ഇൻ എ ഡേ. അപ്പോൾ അത്ര സെഷൻസ് ഒക്കെ നമ്മൾ എടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സെഷൻസ് ഓഫ്ലൈൻ, ഇൻ പേഴ്സണും അതുപോലെ ഓൺലൈനും ലൈക്ക് വെർച്വൽ ആയാലും എടുക്കുമായിരുന്നു. അത്ര മണിക്കൂർ മാറ്റി വെക്കുമായിരുന്നു വിത്ത് ക്ലയൻസ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഐ ജസ്റ്റ് ടേക്ക് അറൗണ്ട് 1 or 2 സെഷൻസ് കൂടി പോയാൽ ഇൻ എ ഡേ. ചിലപ്പോൾ ഒരു ദിവസം ചില ദിവസങ്ങളിൽ ഒന്നും കാണത്തില്ല. അപ്പം സോ മൈ ഡേ യൂഷ്വലി സ്റ്റാർട്ട്സ് അറൗണ്ട് അറ്റ് 5:30. രാവിലെ ഒരു സെഷൻ കാണുമായിരിക്കും ഫോർ എ ക്ലയൻറ്റ്. അത് കഴിയുമ്പോഴത്തേക്ക് ഐ വിൽ ഗോ ഫോർ എ വോക്ക് ആൻഡ് ദെൻ ഐ വിൽ ഗോ ടു സം കാഫേ. ഞാൻ യൂഷ്വലി പനമ്പള്ളി ആയിരിക്കും ഇൻ ദ മോർണിംഗ്സ്. അപ്പം വേറെ കാഫേ കയറിയിരിക്കും. അന്ന് ആ ഒരു 9 മണി മുതൽ ഒരു 11-11:30 ഉച്ച വരെ അവിടെ നിന്ന് പണിയെടുക്കും. മെയിൻ വർക്കും കാര്യങ്ങളൊക്കെ തീർക്കും അവിടെ തന്നെ. then I'll try back home. ക്ലയൻസിന്റെ ട്രാക്ക് ചെയ്യുക. ക്ലയൻസ് ട്രാക്ക് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റ് പോയിട്ട് എന്തെങ്കിലും ചേഞ്ച് ഈ ബുക്ക് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ അത് എഡിറ്ററോട് സംസാരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ മെയിൻ വർക്ക്സ് എല്ലാം രാവിലെ തീർക്കും. പിന്നെ കം ബാക്ക് ഹോം. പിന്നെ പറഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ വീഡിയോ ഷൂട്ടിംഗ് ആയിരിക്കും. എന്തായാലും ലൈക്ക് 1 hour അതായത് നമുക്ക് പണി കാണും. ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ. ബ്രേക്ക്ഫാസ്റ്റ് ദാറ്റ്സ് അനദർ തിങ്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല. ആൻഡ് സോ ഞാൻ ഇപ്പം ഫോളോ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതിപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ പറഞ്ഞൊരു കണ്ടന്റും അത്യാവശ്യം ഏറെ കയറി ഒരു കണ്ടന്റ്. അതന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനൊന്നും അല്ല, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പം പണ്ടത്തെ ആൾക്കാർ ഇപ്പം 100 കാതറേഴ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരും എണ്ണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ ഹാഡ് ടു ഗോ ഔട്ട്. ഈ 3 നേരത്തെ ഭക്ഷണ രീതി പോലും അവർക്കില്ല, ഇല്ലായിരുന്നു. ചിലപ്പോൾ 1 അല്ലെങ്കിൽ 2 മാക്സിമം കിട്ടുന്നത് കഴിക്കും. അവർ അപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. സോ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ ദ എമൗണ്ട് ഓഫ് കാലറീസ് വി ഈറ്റ്. ഞാൻ ഈ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും, സോ ഞാൻ ഇപ്പം ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. സോ ദാറ്റ് മീൻസ് ഞാൻ 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യും, ബാക്കി 8 മണിക്കൂറായിരിക്കും കഴിക്കുന്നത്. ഫസ്റ്റ് മീലിൻ്റെ ടൈമും ലാസ്റ്റ് മീലിൻ്റെ ടൈമും എത്രയായിരിക്കും? 1 മണിക്ക് അല്ലെങ്കിൽ 2 മണി 2:30 ആകുമ്പോഴായിരിക്കും ഞാൻ ഫസ്റ്റ് മീൽ കഴിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മീൽ ഒരു 10:30 ആ ടൈം ആയിരിക്കും. പോസ്റ്റ് വർക്കൗട്ട്, പ്രീ വർക്കൗട്ട് അങ്ങനെ ഒന്നുമില്ല? ഉണ്ട്. ഈ പറഞ്ഞ ഈ സമയത്തിനുള്ളിൽ ഞാൻ 3 മീൽ കഴിക്കും. അപ്പോൾ ആദ്യത്തെ മീൽ കഴിക്കും, പിന്നെ ഒരു 6 മണിയാകുമ്പോൾ സെക്കൻഡ് മീൽ കഴിക്കും, അതായിട്ട് വർക്കൗട്ട് ചെയ്യും, പിന്നെ വന്ന ഉടനെ അടുത്ത മീൽ കഴിക്കും. ഫിനിഷ്. കാലറീസ് ആയിട്ടാണെങ്കിൽ പ്രോട്ടീൻസ്, കാർബ്സ്, ഫാറ്റ്സ്. പ്രോട്ടീൻ ഇപ്പം ഞാൻ ഒരു ചെറിയ കട്ട് നീക്കുവാണ്. സോ അതും ഇതുവരെ ട്രാക്ഡ് ആണ്. ഇപ്പോൾ എനിക്ക് ഇത്രയും എമൗണ്ട് ഓഫ് കാലറി, ഇപ്പം 2300 ആ റേഞ്ചാണ് നിൽക്കുന്നത്. അതിനകത്ത് വരുന്ന എമൗണ്ട് ഓഫ് റേഷ്യോ ആണ് വെച്ചേക്കുന്നത്. ഇപ്പം പ്രോട്ടീനും കാർബ്സും ഫാറ്റ്സും അത്രയും കിട്ടിയാൽ മാത്രം മതി. അല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ ദർ ആർ എക്സെപ്ഷൻസ്. ഇപ്പം
ചില ലേഡീസിന് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ലേഡീസിന് അത് പറ്റണമെന്നില്ല. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആപ്റ്റ് ആവണമെന്നില്ല, പിള്ളേർക്ക് ആപ്റ്റ് ആവണമെന്നില്ല, ഒരു അത്ലീറ്റിനെ സംബന്ധിച്ച് അവർക്ക് ആപ്റ്റ് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഇപ്പം ഓൾഡ് ഏജ് ഉള്ള ആൾക്കാർക്ക് ആപ്റ്റ് ആവണമെന്നില്ല. അതെ, ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളൊരു കാര്യമില്ല. ഇല്ല. ഇപ്പം ബാക്കി ഇപ്പം എന്നെ പോലെ അല്ലെങ്കിൽ ബാക്കി യൂഷ്വൽ നോർമൽ ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. അല്ലാതെ സ്കിപ്പ് ചെയ്യുന്ന ഒരു വലിയ സംഭവം. കാരണം ഇടയ്ക്ക് കുറെ ആൾക്കാർ ഈ പറഞ്ഞാല് കീറ്റോ ചെയ്താലേ ഇങ്ങനെ ആവുള്ളൂ, അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്താൽ ബോഡിക്ക് ഭയങ്കര കേടാണ്, അങ്ങനെ കുറെ അഭിപ്രായങ്ങളാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഡയറ്റും അല്ല, അതാണ് ജസ്റ്റ് ഒരു പ്രോട്ടോകോൾ, ഫാസ്റ്റിംഗ് പ്രോട്ടോകോൾ. അതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം ഫാസ്റ്റിംഗിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ആൾക്കാർക്ക് അറിയില്ല. ഇല്ല, ഒരിക്കലും നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യോ? കാരണം നമ്മളിപ്പോൾ 1 day ഫാസ്റ്റ് ഉണ്ട്, 2 day ഫാസ്റ്റ് ചെയ്യുന്നവരുണ്ട്, അപ്പോൾ അതിനുണ്ടാകുന്ന കുറേ ബെനിഫിറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വരുന്ന കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു അത്ലീറ്റിന് വേണ്ടിയാണെങ്കിൽ ഞാൻ ഫാസ്റ്റിംഗ് റെക്കമെൻഡ് ചെയ്തില്ല. അവരുടെ ഇപ്പം ഗോള് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഫാസ്റ്റിംഗ് ഒരു നല്ലൊരു ടൂളായിട്ട് ഞാൻ കൂട്ടുന്നില്ല. അവർക്ക് കാലറി വേണം, അവർക്ക് ട്രെയിനിങ് ഫോക്കസ് ചെയ്യണം, ദേ വോണ്ട് കാർബ്സ്, എല്ലാം ഓൺ റേഷ്യോ പറഞ്ഞു. അവർക്കൊരിക്കലും ഞാൻ ഫാസ്റ്റിംഗ് സജസ്റ്റ് ചെയ്യുന്നില്ല. കുഴപ്പമില്ലെങ്കിൽ മാത്രം എടുത്തു നോക്കുക, ദാറ്റ്സ് ഫൈൻ. ബാക്കി ഒരു നോർമൽ ഒരു ആളെ സംബന്ധിച്ച് ഫാസ്റ്റ് ചെയ്യുമ്പം ദ സംതിങ് കോൾ ഓട്ടോഫജി എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ റിപ്പയറിംഗ് ഒക്കെ നടക്കും. സോ നമ്മുടെ ബോഡി ആ സമയത്ത് ഡൈജഷനോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനോ ആക്റ്റീവ് ആവുന്നില്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് കിട്ടുന്നത്, നമ്മുടെ എൻ്റെ ബോഡി പോകുന്നത് ഡൈജസ്റ്റ് അത് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ബാക്കിയുള്ള റിപ്പയറിങ് കാര്യങ്ങളൊന്നും ഫോക്കസ് ചെയ്യണമെന്നില്ല. സോ വി ആർ ഗിവിങ് എ ബ്രേക്ക്. ആ സമയത്തേക്ക് ഈ 16 മണിക്കൂർ നമ്മൾ ബ്രേക്ക് കൊടുക്കുകയാണ് ഫോർ എ ബോഡി ടു റിപ്പയർ ആൻഡ് റിക്കവർ. ആൻഡ് ബാക്കി സമയത്ത് വി ആർ ഗെറ്റിംഗ് ബാക്കി ന്യൂട്രിയൻസ്. ബെനിഫിറ്റ്സ് ഓഫ് 48 hour ഫാസ്റ്റ് എന്തൊക്കെയാണ് ഇപ്പോൾ വരുന്നത്? അഗൈൻ ഈ ഓട്ടോഫജിയുടെ ടൈം കൂടുന്നതനുസരിച്ച് ഫാസ്റ്റിംഗ് കൂടിക്കൊണ്ടിരിക്കും. നമ്മുടെ ബോഡിയിലുള്ള കീറ്റോൺസിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും ആ സർവൈവ് ചെയ്യാൻ വേണ്ടി. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആൾക്കാർ പറയും എനിക്ക് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ അതിന്റെ അസിഡിറ്റി പ്രശ്നം, ഗ്യാസ് വരുന്ന പ്രശ്നങ്ങളെല്ലാം പിന്നെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട്. അത് പണ്ടത്തെ ആൾക്കാരൊന്നും അങ്ങനെ അല്ലായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വരുത്തി കാര്യങ്ങളാണ്. ഫുഡ് വി ആർ ആക്ച്വലി നൗ അഡിക്റ്റഡ് ടു ഫുഡ്. വിശപ്പ് എന്ന് പറഞ്ഞ സംഭവം ഉടനെ എടുത്ത് കഴിക്കാൻ പോവാണ്. അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഈ പറയുന്ന പോലെ ഈ എന്താ പറയാ എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമായി ഫുഡ്, ജങ്ക് ഫുഡ്. ആൾക്കാർക്ക് അഡിക്ഷൻ ആണ്. വിശപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ബാലൻസിന് വേണ്ടിയിട്ടോ അല്ല ആൾക്കാർ കഴിക്കുന്നത്. അതാ പറഞ്ഞത്, ഇതിപ്പം ചുമ്മാ റിലേ ചെയ്ത് വെച്ച സാധനമാണ്, അല്ലാതെ ഒരിക്കലും അതൊരു ആവശ്യം ഉണ്ടായിട്ട് കഴിക്കുന്നതൊന്നുമല്ല പകുതിയും കൂടുതൽ ആൾക്കാർ. സോ അത് മനസ്സിലാക്കുക, നിങ്ങൾ എന്താണ് കഴിക്കേണ്ടത്, എന്താണ് കഴിക്കേണ്ടത്, എപ്പം കഴിക്കണം, ആവശ്യമില്ലാത്ത എപ്പോഴാണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇങ്ങനെ കുറേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവരാത്തത് ഇപ്പം റൈറ്റ് നൗ. അത് കൊണ്ടുവന്ന് തന്നെ 80-85% അസുഖങ്ങളും ഇഷ്യൂസും മാറും എല്ലാവരും, നോട്ട് ഈവൻ ഡൗട്ട്. സോ വെൻ ഇറ്റ് കംസ് ടു വുമൺ ഫോളോ ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ റെജീം ഉണ്ടോ? വർക്കൗട്ട് റെജീമിൻ്റെ ലൈഫ് സ്റ്റൈലിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ ഇപ്പോൾ ഉറക്കം ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, പിന്നെ അവർക്കുള്ള കുറേ അല്ലാത്ത ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ബാലൻസ് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും അഗൈൻ ഇത് തന്നെയാണ് ലൈക്ക് ഈ പറഞ്ഞ ബേസിക് ചേഞ്ചസ് ആരും കൊണ്ടുവരുന്നില്ല. അത് കൊണ്ടുവന്നാൽ അത് ആണായാലും പെണ്ണായാലും സെയിം ആയിട്ട് എഫക്റ്റ് ചെയ്തോളും, അല്ലാതെ വേറെ വലിയ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഇപ്പോൾ വർക്കൗട്ടിലായാലും ഇപ്പോൾ യൂട്യൂബ് അടിച്ചാലും വർക്കൗട്ട് ഫോർ ലേഡീസ് എന്ന് പറഞ്ഞിട്ട് കുറേ വരുന്നുണ്ട്. അത്രയും ഡിഫറൻസ് ഒന്നും വരുന്നില്ല. വർക്കൗട്ടൊക്കെ സെയിം തന്നെയാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറേ മിസ്കൺസെപ്ഷൻസ് ഉണ്ടാക്കിയിട്ടാണ് പലരും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ ക്ലയൻസിനെ പിടിക്കുന്നത് എല്ലാം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന്. വർക്കൗട്ട് ഫോർ ലേഡീസ് എക്സ്ട്രാ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മളെല്ലാവർക്കും കൈയുണ്ട്, കാലുണ്ട്, നമ്മളെല്ലാവരും കുനി എണ്ണിക്കും, സെയിം രീതിയിൽ നമ്മുടെ ബോഡിയിലൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. പിന്നെ അനാറ്റമിക്കലി ദർ വിൽ ബി ഡിഫറൻസസ്. ബോൺ ലെങ്തും സ്കെൽറ്റൽ സ്ട്രക്ചറൊക്കെ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതിപ്പോൾ ആണായാലും ആണുങ്ങളുടെ ഇടയിൽ തന്നെ കുറേ ഡിഫറൻസ് കാണും, പെണ്ണുങ്ങളുടെ അടുത്ത് കുറേ ഡിഫറൻസ് കാണും. ബാക്കി സെയിം പാറ്റേൺ കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അതിലൊന്നും വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ ഒരു മിസ്കൺസെപ്ഷൻ. ലൈക്ക് അഗൈൻ ലേഡീസിന് വേറൊരു ഫുൾ റൂട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കണം, ആണുങ്ങൾക്ക് വേറെ ആയിരിക്കണം. നോ, ഇറ്റ്സ് സെയിം. ഓക്കെ. അപ്പോൾ ഇപ്പം ഒരു ടീം ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. സോ ഇപ്പം നമ്മൾ ഫിറ്റ്നസ്സിൽ ഇപ്പം ഞാൻ ഒക്കെ നിന്ന സമയത്താണെങ്കിലും അന്ന് നമ്മൾ ബോഡി ബിൽഡിങ് ചെയ്യുന്നതും ബോഡി ബിൽഡിങ് ഫിറ്റ്നസ് രണ്ട് ഡിഫറെൻ്റ് ആണ്. പലർക്കും സെയിം ആണെന്നാണ് വിചാരം. ഫിറ്റ്നസ് ഹെൽത്തിയാണ്, ബോഡി ബിൽഡിങ് ഹെൽത്തി ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സ്പോർട്ടാണ്. അത് നമുക്ക് കാശ് ഇറങ്ങിക്കൊണ്ടിരിക്കും. ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ അല്ലെങ്കിൽ ഒരു കേരള ഒരു ഇന്ത്യ നാഷണലിൽ ചെയ്യുന്ന ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഒരു സീസൺ ചെയ്യാൻ വേണ്ടി തന്നെ ഇത്ര ലക്ഷങ്ങൾ ഫുഡ്, സപ്ലിമെൻറ്റേഷൻ, സ്റ്റിറോയിഡ്സ്, മെഡിസിൻസ്, ഗ്രോത്ത് ഹോർമോൺസ്, അങ്ങനെ എല്ലാം കൂടെ അത്രയും ഇത് വരും. അപ്പം അത്രയും കാശ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു ഫീൽഡാണ് ബോഡി ബിൽഡിംഗ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു വരവ് വരുന്നില്ല. ഇപ്പോൾ ഒരു എന്താ പറയുക, മിസ്റ്റർ കേരള ആയാലും എന്ത് ക്യാഷ് പ്രൈസ് ഉണ്ട്, ഒന്നുമില്ല പേരിന് വേണ്ടിയിട്ട്. അത് നമ്മുടെ ഒരു കൈൻഡ് ഓഫ് ഒരു പാഷൻ എന്നുള്ള രീതിയിൽ. അപ്പം ഞാനിത് ഈ ഒരു ഫീൽഡ് വിട്ടതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും കഷ്ടപ്പാട് വരുന്നുണ്ട്. നമ്മുടെ ബോഡി ബിൽഡിംഗ് സൈഡിലാണെങ്കിലും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സൈഡിലാണെങ്കിലും
അതല്ലാതെ ഈ പറയുന്ന പോലെ പക്ഷേ അതിനനുസരിച്ചുള്ള പൈസ നമുക്ക് കിട്ടുന്നില്ല. അപ്പം ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ ഒരു ഫിറ്റ്നസ്സിൽ നിന്ന് എങ്ങനെ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഹൗ യു ക്യാൻ മേക്ക് മണി. അപ്പം ഇത് പറയുന്നതിന് വേറൊരു കാര്യം ഞാൻ മിസ്കൺസെപ്ഷൻസ് ചോദിക്കേണ്ട ഒരു കാര്യമായിരുന്നു സ്റ്റിറോയിഡ്സ്. സ്റ്റിറോയിഡ്സ് ഇപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ആരും സംസാരിക്കാറില്ല. കാരണം നമ്മളിപ്പം ഷോസിനൊക്കെ പോയാൽ കാണാൻ പറ്റും. ഒരു കേരളക്കൊക്കെ പോയി കഴിഞ്ഞാൽ 16 വയസ്സ് 15 വയസ്സുള്ള പയ്യന്മാരൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മറ്റേ 24 വയസ്സ് 25 വയസ്സ് വരെ തോന്നും. അത്രയും സാധനങ്ങളാണ് അവരുടെ ആ ഒരു പ്രായത്തിൽ കയറുന്നത്. What do you want to say about steroids? ഓക്കെ, സ്റ്റിറോയിഡ്സിനെ പറ്റും അതൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. പക്ഷേ എന്നെ നട്സിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനർ, ഞാൻ ഇപ്പോൾ ജിമ്മിൽ കയറിയപ്പോഴാണ് 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവിടെ കയറിയപ്പോഴും എൻ്റെ മനസ്സിലൂടെ ഫിസിക് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഋത്തിക് റോഷൻ്റെയും അല്ലെങ്കിൽ നല്ല ലീൻ മസ്കുലർ ഫിസിക്കാണ്. നമ്മളെല്ലാവരും ജിമ്മിൽ പോയി ഋത്തിക് റോഷൻ കണ്ടായിരിക്കും, റൈറ്റ്? അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ ഞാൻ വിശ്വസിച്ച് പോയിട്ടുള്ളത്. ഞാൻ ഒരു വർഷമായിട്ടും എനിക്ക് അങ്ങനെ ചേഞ്ച് കാണുന്നില്ല, അതിൻ്റെ അടുത്തോലും വരുന്നില്ല. അപ്പോൾ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങി, ലൈക്ക് എൻ്റെ എക്സ്പെക്ടേഷൻ മൊത്തം മാറി. എന്തുകൊണ്ടാണ് എനിക്ക് വരാത്തത്? അപ്പം ഇതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഏത് ടീനേജർ ആയാലും ആരായാലും ജിമ്മിൽ പോകുമ്പോൾ തുടക്കത്തിൽ സെറ്റ് റിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ അത് വേണം. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ ഋത്തിക് റോഷൻ, അമീർ ഖാൻ അല്ലെങ്കിൽ ഏതൊരു ബോളിവുഡിൻ്റെ ഹോളിവുഡ് ആക്ടറിനെ നോക്കി നമുക്കൊരിക്കലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ച് പോകേണ്ട ആവശ്യമില്ല. വിചാരിച്ച് പോയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ഡിസപ്പോയിൻ്റ് ആവത്തേ ഉള്ളൂ. കാരണം അവരുടെ ബാക്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ട്രെയിനർ കാണും, ഫിസിയോതെറാപ്പിസ്റ്റ് കാണും, ഡോക്ടർ കാണും, ഒരു വലിയ ടീം തന്നെ കാണും അവിടെ. നമ്മുടെ ബാക്കിൽ വർക്ക് ചെയ്യാൻ നമ്മൾ പക്ഷെ നമ്മളെ ഉള്ള ഋതിക് റോഷൻ കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാർ ആനിമി പ്രൊഫഷണൽ ബോഡി ഇവരെ കണ്ടിട്ടാ പോകുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് അതുപോലെ ആവാൻ പറ്റത്തില്ല. നമ്മുടെ പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇത്ര ടീമുണ്ട്, അവർ ഉറപ്പായിട്ടും ദേ ആർ ഹോപ്പിംഗ് ഓൺ സ്റ്റിറോയിഡ് സൈക്കിൾസ്. അത് വെച്ചിട്ടാണ് അവർ ഫിസിക് ബിൽഡ് ചെയ്യുന്നത്. കാരണം അവരുടെ ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ഇപ്പം ഡങ്കൽ അല്ലെങ്കിൽ ഏത് മൂവിക്ക് വേണ്ടി എടുക്കുമ്പോഴും അവർക്ക് ഷോർട്ട് ടൈം പീരീഡേ ഉള്ളൂ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ പുൾ ഓഫ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവർക്ക് നാച്ചുറലായിട്ട് അത്രയും ബൾക്ക് ചെയ്ത് കട്ട് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. സോ ദേ നീഡ് എക്സ്ട്രാ സബ്സ്റ്റൻസ്, ഈ സ്റ്റിറോയിഡ് പോലെ സാധനങ്ങളൊക്കെ അവരെടുത്തിരിക്കും. പക്ഷെ അത് റിയലിസ്റ്റിക്കലി നാച്ചുറലി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാലില്ല. അതാണ് പ്രശ്നം. അതൊരു ബിഗിനർ മനസ്സിലാക്കിയിരിക്കണം. അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ എക്സ്പെക്ടേഷൻ വെച്ച് പോവും, ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പം ചിലപ്പം ചില തലതെറിച്ച ട്രെയിനേഴ്സ് ഉണ്ട്, അവരിപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരു ബിഗിനർ കൊണ്ട് ചെല്ലുമ്പം ഇത്ര ഒന്നും കാണുന്നില്ലോ, നീ ഇപ്പം ഇത്ര നാളെ വർക്കൗട്ട് ചെയ്യുന്നു, ഒന്നും കാണുന്നില്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയിട്ട് കാര്യമൊന്നുമില്ല, നീ ഈ സാധനം എടുത്ത് നോക്ക് എന്ന് പറഞ്ഞു കൊടുക്കും. എനിക്കറിയാവുന്ന ഒരു കേസുണ്ട്. നമ്മുടെ ജിമ്മിൽ വന്നൊരു പയ്യനാ, നേരത്തെ ഒരു ജിമ്മിൽ പോയിട്ട് 1 മാസം കഴിഞ്ഞ് ചെറിയ പയ്യനായിരുന്നു, ക്ഷീണിച്ചിട്ടിരിക്കുക. 1 മാസം വർക്കൗട്ട് ചെയ്ത് ചേഞ്ച് ഇല്ലെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്ത് ഡൈനാബോളാം. 1 മാസം കൊണ്ടൊക്കെ അവൻ എന്ത് അറിയാം? പയ്യൻ 17 year old എന്തേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞപ്പോൾ കൊടുത്ത് ഡൈനാബോളാം. അങ്ങനെയുള്ള ട്രെയിനേഴ്സിനാണ് ആദ്യം എടുത്ത് ചെരുപ്പ് പിടിക്കണം. അല്ലെങ്കിൽ എന്താ ഒരാൾ പക്ഷേ ഒരു ജീവിതം വെച്ചിട്ടാണ് അവർ ബിസിനസ് ഉണ്ടാക്കുന്നത്. അതാണ് പറയാം. ഒരാൾ ജിമ്മിൽ വരുന്നത് എന്തിനാണ്? ആ ട്രെയിനറെ വിശ്വസിച്ചാണ്. ആ വിശ്വാസം മുതലെടുക്കുമല്ലേ ഇവര്. ബോഡി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല ജിമ്മിലെ അൾട്ടിമേറ്റ് ഗോൾ. അത് മനസ്സിലാക്കുക. ഫിറ്റ്നസ് ഇറ്റ്സ് കംപ്ലീറ്റ് ഡിഫറെൻറ്റ്. ഫിറ്റ്നസ് എന്ന് പറയുമ്പം ബോഡി കോമ്പസിഷൻ ഒരു ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ. എൻഡ്യൂറൻസും ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെങ്ത്തും ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണം എന്നായിരിക്കണം. അല്ലാതെ ഫിസിക് കാണുമ്പോൾ എസ്തെറ്റിക്കലി അപ്പീലിംഗ് ആക്കിയാൽ മാത്രം പോരാ. അതുകൊണ്ട് ഒരു ട്രെയിനർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൊത്തം ആസ്പെക്ട്സും കവർ ചെയ്യുക ഫിറ്റ്നസിൻ്റെ, അല്ലാതെ ബോഡി ബിൽഡർ ആക്കുക എന്നുള്ളതല്ല ആര് ജിമ്മിൽ വന്നാലും ചെയ്യേണ്ടത്. ഇവിടെ ട്രെയിനേഴ്സും ജിം ഓണേഴ്സും മെയിനായിട്ട് അവർക്ക് ഷോക്കേസ് ചെയ്യണം, അവരുടെ ബിസിനസ് വളർത്താൻ എന്താ അവർക്ക് വേണ്ടത്? ട്രാൻസ്ഫോർമേഷൻ. ഒരാൾ വരുമ്പോഴത്തേക്കും ഫിറ്റ്നസ് ആണ് അവരുടെ ഇതെങ്കിലും അവരുടെ മോർ കൺസേൺ അവരുടെ റിസൾട്ട്സിൽ. അപ്പം ഈ വരുന്നവരെയാണ് പരീക്ഷിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കാരണം അവർക്കറിയില്ല, അവർ ഇവരെ വിശ്വസിച്ചിട്ടായിരിക്കും വരും. നമ്മൾ മറ്റേ വലിയ വെള്ളം കുടിക്കാതിരുന്നവർ. അപ്പം ഇവര് ഇത് പറയുന്നു, ഓക്കെ ഇത് എല്ലാവരും ഇത് യൂസ് ചെയ്തിട്ടാണെന്നുള്ളൊരു സാധനം അവരോട് പറഞ്ഞു കൊടുക്കും. ചിലർ ഈ പറഞ്ഞ പോലെ റിസർച്ച് ചെയ്യും, പക്ഷെ പലർക്കും അതിനുള്ള ഒരു മൈൻഡ് പോലും കാണില്ല. ഇവർ പറയുന്നത് അതേപോലെ 17 വയസ്സുള്ള ചെറുക്കൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇത് വെച്ചാൽ അവൻ നോക്കുമ്പോൾ ഷോർട്ട് കട്ട് ആണ്. ലൈക്ക് പെട്ടെന്ന് മസിൽ വരുമെങ്കിൽ എന്തിനാ കഷ്ടപ്പെടുന്നത്? ഞാൻ ഇത് കുത്തിയിട്ട് എനിക്ക് മസിൽ വന്നതായിരിക്കും പറയുന്നത്. അതെ, ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ കിട്ടുമെങ്കിൽ ഉടനെ അവൻ അത് എടുക്കും. അവൻ അതിന്റെ സൈഡ് എഫക്ട്സോ ഒന്നും അറിയത്തില്ലായിരിക്കും. ആ ട്രെയിനർ പറയുന്നുണ്ട്, അത് കേട്ടാണ് എടുത്തിരിക്കും. പക്ഷെ അതിന്റെ ലൈഫ് ലോങ് അതിന്റെ സൈഡ് അത് തന്നെ പ്രോപ്പർ അത് കഴിഞ്ഞിട്ടുള്ള PCT കാര്യങ്ങളൊന്നും ചെയ്യത്തില്ലായിരിക്കും. അത് കാരണം കുറേ സൈഡ് എഫക്ട്സ് വന്നിരിക്കും. ഈ പറഞ്ഞ ലിവറിനും ഹാർട്ടിനും BP-യും എല്ലാം പ്രശ്നം വരും. അതുകൊണ്ട് ഒരു ബിഗിനർ ജിമ്മിൽ പോകുമ്പം പ്ലീസ് അണ്ടർസ്റ്റാൻഡ്,
റിയലിസ്റ്റിക്കലി എത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനെ സാധനം എക്സ്ട്രാ ഇപ്പോൾ സപ്ലിമെന്റ്സ് ഈ അല്ല എടുക്കുന്ന സ്റ്റെറോയിഡ്സിന്റെ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോസ്റ്ററോൺ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു യങ്സ്റ്ററിന്റെ ഒരു 17 ഇയർ തൊട്ട് ഒരു 25 ഇയർ ഓൾഡ് ആണെങ്കിൽ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ആയിരിക്കും ഉണ്ടാവുക? ഇപ്പം ടെസ്റ്റോസ്റ്ററോൺ വരെ നമ്മൾ താഴോട്ട് പോകും. നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ താഴോട്ട് പോകും. അപ്പം അവിടെ അതാണ് മെയിൻ സൈഡ് എഫക്റ്റ്. നമുക്ക് വേണ്ട ഒരു സാധനമാണ്. ഒരു ആണിനെ സംബന്ധിച്ച് ടെസ്റ്റോസ്റ്ററോൺ വേണം. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ കൊടുക്കുമ്പം നമ്മുടെ യൂഷ്വൽ നാച്ചുറൽ ടെസ്റ്റോസ്റ്ററോൺ താഴോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ BP, പിന്നെ ലിവറിന് പ്രശ്നം വരും, ഹാർട്ടിന് പ്രശ്നം വരും. പിന്നെ ഷോർട്ട് ടേം ആവും. നമ്മൾ ഫുൾ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെടാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ആ ചുമ്മാ ദേഷ്യം വരാൻ തുടങ്ങും. നമ്മൾ വേ പ്രോട്ടീൻ എന്നൊക്കെ പറയുന്നവരാണ് ആൾക്കാർ. അത് തന്നെ. സോ അതുകൊണ്ട് സ്റ്റിറോയിഡ് ഒരിക്കലും എടുക്കേണ്ട സാധനമല്ല ഒരു നോർമൽ ഒരാളാണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ബോഡി ബിൽഡർ ആണെങ്കിൽ ദേ മൈറ്റ് നീഡ് ദിസ് സ്റ്റേജിൽ നിൽക്കാൻ വേണ്ടി, പിടിച്ച് ചെയ്യാൻ വേണ്ടി, പ്രൊഫഷണൽ സൈഡിൽ പോകുമ്പോൾ. അല്ലാതെ വെറുതെ ജിമ്മിൽ പോവുക, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും സ്റ്റിറോയിഡ് ആവശ്യമില്ല. അതെങ്ങനെ പറഞ്ഞ ഏത് ഭാഷ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ പീപ്പിൾ ഹാസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ സ്റ്റിറോയിഡ് മാത്രമല്ല, കോമ്പറ്റീഷൻ ലെവലിൽ ചെയ്യുന്നവരാണെങ്കിലും സ്റ്റിറോയിഡ് എടുക്കുന്നതിന് മുന്നേ അവരെടുക്കുന്ന ഗ്രോത്ത് ഹോർമോൺ, അല്ലെങ്കിൽ ഇൻസുലിൻ കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ബിഗിനേഴ്സിന് ഇൻസുലിൻ കൊടുക്കും, IGF കൊടുക്കും. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദാറ്റ്? അത് പറഞ്ഞ ലൈക്ക് അപ്പോൾ ഒരു സ്റ്റിറോയിഡ് എടുക്കണമെങ്കിൽ എന്ത് സാധനം എടുക്കണമെങ്കിലും ദേ നീഡ് ടു ഡു ദ ബ്ലഡ് വർക്ക്. പ്രോപ്പർ ബ്ലഡ് വർക്ക് എടുക്കുക, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക, ഒരു പ്രോപ്പർ പ്രോസസ്സ് കൂടെ വേണം പോകാൻ. ഇതൊന്നും ചെയ്യാതായിരിക്കും ചുമ്മാ എടുക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ എടുത്ത് കൊടുക്കും, അത് വിശ്വസിച്ചെടുക്കുമായിരിക്കും. സോ ഇപ്പോൾ ആസ് എ ക്ലയൻറ്റ് അറ്റ്ലീസ്റ്റ് യു ഡു യുവർ ഓൺ റിസർച്ച്. ഇത് ഈ ട്രെയിനേഴ്സ് ഒക്കെ കൊടുക്കുന്ന ഡോസ് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഒരു കേരള അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഒരു അത്ലറ്റ് ചെയ്യുന്ന ഡോസാണ് ഫസ്റ്റ് സ്റ്റിറോയിഡ് സൈക്കിൾ ചെയ്യുന്ന ഒരു പയ്യന് കൊടുക്കുന്നത്. എന്തിൻ്റെ 500 mg 1000 mg ഒക്കെ പേഴ്സണലി അറിയാവുന്ന പലരും mg ഒക്കെ കൊടുക്കുന്നവരുണ്ട്. ആലോചിച്ചൊക്കെ എന്ത് ദ്രോഹം. ഡിസ്ട്രക്റ്റ് ആവും, അവരെ ഇല്ലാണ്ടാക്കുവാണ്. അതാണ് പ്രശ്നം. ലൈക്ക് അതുകൊണ്ടാണ് ലൈക്ക് ഇപ്പോൾ ആരായാലും ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസോട് ഞാൻ പറയാറുണ്ട്, ഞാൻ സാധനം ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്താൽ മതി നിങ്ങൾ. അത് പറയുമ്പോൾ ഇതുകൂടെ പറയാം, യു ആർ ലൈഫ് ലോങ് നാറ്റി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം സ്റ്റിറോയിഡ് യൂസ് ചെയ്യാതെ മസിൽ ഇത്രയൊക്കെ ഉണ്ടാക്കും. ഞാനിപ്പോൾ എത്ര വർഷമായി. അപ്പം അതും കുറേ പേര് ചോദിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ഒരുപാട് കമൻസ് ഉണ്ടാവും. ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത്രയും വർഷം കഷ്ടപ്പെട്ടു ഇതിനകത്ത്, എന്നിട്ടാണ് ഈ ഒരു ഫിസിക്ക് ഇപ്പോൾ അച്ചീവ് ചെയ്തിട്ടുള്ളത്. ഇത്രയും വർഷം ഒന്നും കഷ്ടപ്പെടാതെ ഷോർട്ട് കട്ടിൽ കൂടെ പോകാൻ നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. സോ ഇൻവെസ്റ്റ് യുവർ ടൈം ഇൻ ദ ബിഗിനിങ് സ്റ്റേജിൽ. നിങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക, പ്രോപ്പർ ന്യൂട്രീഷൻ പഠിക്കുക, എക്സസൈസിൻ്റെ പ്രോസസ് ഓവറോഡ് എങ്ങനെ പഠിക്കുക. ഇതെല്ലാം പഠിച്ച് നിങ്ങളുടെ പൊട്ടൻഷ്യൽ എവിടം വരെ ഉണ്ടെന്ന് മനസ്സിലാക്കുക, ജനറ്റിക് പൊട്ടൻഷ്യൽ. അതൊന്നും കാണാതായിരിക്കും ഈ പിള്ളേർ ഇത് എടുക്കാൻ പോകുന്നത്. സോ അതാണ് എൻ്റെ റിക്വസ്റ്റ്. ഇതിപ്പോൾ നമ്മളിത് പറഞ്ഞാൽ നടപ്പുപോയി. അതാണ് ലൈക്ക് ഇത് ദേ നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. അൺലെസ് ആൻഡ് അൺടിൽ അവർ പ്രൊഫഷണൽ ഇവർ പണി മേടിച്ചേ പഠിക്കുള്ളൂ. പണി മേടിച്ചേ പഠിക്കത്തുള്ളൂ. എത്ര കുറേ ആൾക്കാർക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഈ ചുമ്മാ അറിയാതെ പോയി എടുത്ത് പണി മേടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. എപ്പോഴും മനസ്സിലാവുമായിരിക്കും. ഈ ഒരു പൂച്ച വെള്ളത്തിൽ ഒരു പ്രാവശ്യം വീഴത്തുള്ളൂ, ചൂടുവെള്ളത്തിൽ. അതുപോലെ പക്ഷെ ചിലർ പിന്നെ വീഴും. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യം ഈ ഫിറ്റ്നസ്സിൽ കൂടെ ഒരു ബിസിനസ് എങ്ങനെ ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ കൂടെ നമുക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ നോക്കിയാലും ഈ ഒരു ബോഡി ബിൽഡർ പോലും, അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ മെയിനായിട്ട്, പുറത്തെ കാര്യമല്ല, ഇന്ത്യയിൽ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള എത്ര ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. ബോഡി ബിൽഡിംഗ് കരിയർ ഇസ് വെരി ഹാർഡ്. പറഞ്ഞാൽ നമുക്ക് നേരെ പോയി പൈസ ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. നമ്മൾ ഇപ്പം ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷന് പോകുമ്പോൾ അറിയാം എത്ര ചിലവാക്കുന്നത്. ചിക്കൻ്റെ മുട്ടയുടെ കണക്ക് നോക്കുന്ന ഇഷ്ടം പോലെ. അതിൻ്റെ മേളിൽ ഫുഡിൻ്റെ മാത്രം സപ്ലിമെന്റ്സ്, അതിൻ്റെ മേളിൽ സൈക്കിള്, ഇതിനോട് പോകുമ്പം കുറേ ചിലവും. പക്ഷെ അതിൻ്റെ പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല. പക്ഷേ ഒരു ബേസിക് ഒരു ഡിസ്ട്രിക്റ്റ് ഷോ ചെയ്യുന്ന ഒരാൾ ചിലവാക്കുന്ന ഒരു വർഷം ഒരു ടൈറ്റിലിന് വേണ്ടി ഇറങ്ങുന്ന ആൾ ചിലവാക്കുന്ന ഒരു 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപയാണ് പ്രോപ്പറായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇത് പറഞ്ഞ ആരും വിശ്വസിക്കുക പോലും ഇല്ല. അപ്പോൾ ഒരു ഇന്ത്യക്ക് ഇറങ്ങുന്ന ഒരാളുടെ ചിലവ് എന്തോരായിരിക്കും. ഇവർക്കൊന്നും ഒരു സ്വന്തമായിട്ട് ഒരു വീട് പോലും കാണില്ല. അതാണ് മെയിൻ ഒരു കാര്യം. കടം മേടിച്ച് എത്ര ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കടം മേടിച്ചാണ് നിൽക്കുന്നത്. അവർക്ക് ലോൺ എടുത്തിട്ട് ചെയ്യുന്ന, അതാണ് ആ ഒരു പാഷനെ പുറത്ത് മാത്രം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് റിട്ടേൺ കിട്ടുന്ന പറഞ്ഞാൽ വളരെ കുറവാണ്. ഈ മുടക്കിയതിൻ്റെ ഒരു 5% 10% തിരിച്ചു കിട്ടാൻ പോകുന്നത് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്നതിന്.
അല്ല വേറെ ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഫിറ്റ്നസ്സിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ ജിമ്മിൽ പോകും, ഇത്ര ഒരു 12 hour ഷിഫ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് 10,000 അല്ലെ 15,000 ബേസിക് വരുള്ളൂ. പിന്നെ അവർ എത്ര PT എടുക്കുന്നു അതിനനുസരിച്ച് അതിനും കണക്കില്ല. ട്രേഡിംഗ് പക്ഷെ പല ജിമ്മുകാരും ആ കാശ് പോലും കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. അതും പിടിച്ചു അങ്ങനെ. അത് സത്യം പറഞ്ഞാൽ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാല് വലിയ വിലയില്ല ട്രെയിനേഴ്സിന് ഈ ഒരു സൊസൈറ്റിയിൽ. പുറത്തേക്ക് അബ്രോഡൊക്കെ ആണെങ്കിൽ പിന്നെയും ഒരു ലെവൽ വെച്ചിട്ടുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടുണ്ട്. ട്രെയിനേഴ്സിന് റെസ്പെക്ട് ഉണ്ട് പുറത്തൊക്കെ. പിന്നെ അവർക്ക് സ്പോൺസർഷിപ്സ് ഉണ്ട്, പല പല ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇറ്റ്സ് പ്രോപ്പർ ജോബ്. അവിടെ നിന്ന് പറഞ്ഞാൽ ജോബാണ്, കൺസിഡർ ചെയ്യാം. നമ്മുടെ അത് കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ജിം എന്ന് പറഞ്ഞാൽ കൊച്ചിയിൽ കുഴപ്പമില്ല, ദർ ആർ മെനി കൊമേഴ്ഷ്യൽ ജിംസ്. നാട്ടും പുറത്ത് പോയി എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു തട്ടും പുറത്ത് ഒരു ഷീറ്റ് ആണ് ജിം. അപ്പം ഒരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്നത് അത് വെച്ച് കൺസിഡർ ചെയ്തിട്ടുള്ള ആൾക്കാർ, അത് വെച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളൂ അങ്ങനത്തെ ഒരു ജിമ്മിൽ നിൽക്കുന്ന ഒരാളായിട്ട്. അപ്പം അവിടെ എത്ര ഏൺ ചെയ്യാൻ പറ്റും എന്ന് ആൾക്കാർ നോക്കത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ദർ എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജ് ഉണ്ട് ഫിറ്റ്നസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞപ്പം പുച്ഛമായിരുന്നു. കാരണം അവർ റിലേറ്റ് ചെയ്ത് എങ്ങനെയാണ്, ഞാൻ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വെണ്ണിക്കുളം എന്ന് പറഞ്ഞൊരു ഗ്രാമം പ്രദേശമാണ്. അവിടെ ഒരു ജിമ്മുണ്ട്, 2 ജിമ്മ് കാണും. ഈ പറഞ്ഞ മേളിലായിരിക്കും. അവിടെ പോയി വർക്ക് ചെയ്ത് എന്ത് ഉണ്ടാക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നതിന് 10,000 രൂപ ശമ്പളം കാണത്തില്ല. അവിടെ 10,000 അവിടെ രാജാവും അവിടെ. അപ്പം അങ്ങനത്തെ സ്ഥലത്തായിരിക്കും, അങ്ങനത്തെ സിറ്റുവേഷനിലായിരിക്കും അവർ എന്നെ റിലേറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, ട്രെയിനർ മാത്രമല്ല, അല്ലെങ്കിൽ ട്രെയിനർ ആയിക്കോട്ടെ, ട്രെയിനർ ആയാൽ പോലും വി ക്യാൻ ചാർജ് മോർ. അതൊരു നമ്മളെ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. So how can we make money through fitness? Okay, so ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ വി നീഡ് എക്സ്പീരിയൻസ്. അപ്പോൾ ഏത് ഫീൽഡിൽ പോകുമ്പോൾ വി നീഡ് എക്സ്പീരിയൻസ്. സോ നോട്ട് സർട്ടിഫിക്കേഷൻസ്, സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നല്ലത്. പക്ഷെ അതിന് മേളിൽ നമ്മൾ എത്ര എക്സ്പീരിയൻസ് എടുക്കുന്നുണ്ട്, എത്ര പ്രാക്ടിക്കൽ നോളജ് ഉണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ബിൽഡ് ദാറ്റ് ഫസ്റ്റ്. അപ്പം അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്, ഒരു ഏരിയ ആണ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനറുടെ വർക്ക് ചെയ്യാൻ കയറാൻ പറ്റും. വർക്ക് ചെയ്തോട്ടെ, ഇത് ഇനീഷ്യൽ 1-2 വർഷം ട്രെയിനർ വർക്ക് ചെയ്യാം. പക്ഷേ വൺസ് യു ഹാവ് ഇനഫ് ആൻഡ് മോർ എക്സ്പീരിയൻസ്, അവിടെ നിന്ന് മാറി ഡു സംതിങ് ഓൺ യുവർ ഓൺ, അല്ലെങ്കിൽ ബിൽഡ് എ പേഴ്സണൽ ബ്രാൻഡ്. ഇപ്പം ഞാൻ എന്താണ് ചെയ്തത്, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുന്നു, ഒരു ഹാൻഡിൽ തുടങ്ങുന്നു, അവിടെ കോണ്ടന്റ് ഇടുന്നു, ഞാൻ ആരാണെന്ന് ആൾക്കാരോട് എത്തിക്കുന്നു. അതാണ് ഞാൻ ചെയ്തത്. ആൻഡ് വൺസ് ഐ ഹാവ് എസ്റ്റാബ്ലിഷ് ദാറ്റ്, പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞതാണ് എൻ്റെ വില, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ദിസ് ഇസ് വെർ ഐ എം പൊസിഷനിങ് മൈ സെൽഫ്. അവിടെ നിപുൺ റെക്കഗ്നൈസ് ആവാൻ കാര്യം യു ബിൽഡ് യുവർ ബോഡി. എന്നിട്ടാണ് ഒരാളോട് ഒരു ഒപ്പീനിയൻ പറയുന്നത്. പലരും ഒപ്പീനിയൻ പറയുന്നത് അവർ ഒരു സ്വന്തമായിട്ടൊരു ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റാതെ. അതാണ് അത്രേ ഉള്ളൂ. ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഇപ്പം ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് എ ബെസ്റ്റ് തിങ് റൈറ്റ് നൗ. പേഴ്സണൽ ബ്രാൻഡിങ് ആണ് ഇപ്പം. ഒരു ഫിറ്റ്നസ് ചെയ്യുന്ന ഒരാൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്? ഇപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇറ്റ്സ് അബൌട്ട് ഹൗ മച്ച് വാല്യൂ യു ആർ ഗിവിങ് ടു ദം. നമ്മൾ ചുമ്മാ ഇതാണ് എൻ്റെ കോഴ്സ്, ഇതാണ് എൻ്റെ കോച്ചിങ്, ഇത് മേടിക്കുന്ന കാര്യമില്ല. വി നീഡ് ടു പ്രൊവൈഡ് ദം വാല്യൂ. ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുക, വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. ദേ നീഡ് ടു ട്രസ്റ്റ് യു ഫസ്റ്റ്. എന്നിട്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അടുത്ത ആൾക്കാരെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യം പോയി മാർക്കറ്റ് ചെയ്യാൻ പോകുകയാണെങ്കിൽ നമ്മളോട് ഇപ്പം എന്ത് സാധനം മാർക്കറ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ ബാക്കിയോട് വലിയും. വി വോണ്ട് ലൈക്ക് അട്രാക്ട് ദം. സോ അതുകൊണ്ട് ആ വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഇനീഷ്യൽ 1.5 years ഫുൾ വാല്യൂ മാത്രമേ ഉള്ളൂ. ലൈക്ക് ഐ ജസ്റ്റ് പ്രൊവൈഡ് കോണ്ടന്റ്. അല്ലാതെ ക്ലയൻസ് വരിക അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ് എടുക്കുക അതൊന്നും ഞാൻ പറയാറില്ലായിരുന്നു. അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോഴും വാല്യൂ ബിൽഡ് ചെയ്യുന്നത്. ഹൗ യു പ്രൊവൈഡ് വാല്യൂ ടു യുവർ ക്ലയൻസ്? ക്ലയൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് ഇപ്പം ഇവന്റെ ക്ലയൻസിന് കിട്ടുന്ന കാര്യങ്ങളാണ്? ക്ലയൻസ് അല്ല, എൻ്റെ ഓഡിയൻസ്, ലൈക്ക് ഫോളോവേഴ്സ്. ഐ എം ടോക്കിംഗ് അബൌട്ട് ക്ലയൻസ്. ക്ലയൻസിനാണെങ്കിൽ ഓൺലൈൻ ക്ലയൻസിനും കിട്ടുന്നില്ലേ? അപ്പം അവരുടെ വീക്ക്ലി ചെക്കിൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, ഫീച്ചേഴ്സ്, കാര്യങ്ങൾ കുറേ. അതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലയൻറ്റ് വരുമ്പം ഒരു ഓൺ ബോർഡിങ് കാണും. സോ അവർക്ക് ഫസ്റ്റ് കൺസൾട്ടേഷൻ കാണും. ലൈക്ക് അവരെന്തൊക്കെയാണ് ഇപ്പം ഇത്ര നാളും ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂസ്, അവിടെ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് സോൾവ് ചെയ്യാൻ വേണ്ടി എന്നുള്ളൊരു പ്രോപ്പർ കൺസൾട്ടേഷൻ കാണും. അത് നമ്മുടെ ടീമിൽ നിന്ന് ഒരാൾ എടുക്കുന്നതായിരിക്കും. ഇപ്പം ടീമിൽ എത്ര പേരുണ്ട്? ഇപ്പം 7 കോച്ചസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ എഡിറ്റേഴ്സും കാര്യങ്ങളും അതുകൊണ്ട് വേറെ ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് വന്നാൽ ഫുൾ പ്രോപ്പർ ഓൺ ബോർഡിങ് കഴിയും. പിന്നെ ഫസ്റ്റ് വീക്ക് അസസ്മെൻറ്റ് കാണും. അസസ്മെൻറ്റിനകത്ത് അവർ ഇപ്പോഴത്തെ എന്തൊക്കെയാണ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, എൻഡ്യൂറൻസും കാര്യങ്ങളൊക്കെ നോക്കി അവർ ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ നോക്കും. ഫസ്റ്റ് വീക്ക് കൊണ്ട് അത് തീർക്കും. സെക്കൻഡ് വീക്ക് മുതൽ അവർക്ക് പേഴ്സണലൈസ്ഡ് അപ്രോച്ച് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ചെക്കിൻസും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യും. എനിക്ക് ഇന്ന സമയത്തായിരിക്കും ഒരു ദിവസം വെക്കുന്നത്, ഇന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യണം, പിന്നെ അവരുടെ പ്രോസസ് ട്രാക്ക് ചെയ്യും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പിന്നെ അഗെയിൻ
ഒരു മാസം കൊണ്ടായിരിക്കും ചേഞ്ച് കാണുന്നില്ല, ഒരു 3-4 മാസം നിൽക്കുമ്പോഴേക്കും ചേഞ്ച് കാണുന്നത്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതിന്റെ കൂടുതൽ ഒരു കാര്യമാണ് ഇവരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്തുക എന്നുള്ളത് ക്ലയൻസിനെ. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഒരു കോച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മെന്റർ ഉണ്ടെങ്കിൽ വി ആർ അക്കൗണ്ടബിൾ ടു ദാറ്റ് പേഴ്സൺ. അക്കൗണ്ടബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അതിനാണ് സ്ട്രീമർ നമ്മൾ എടുക്കുന്നത്. ഇപ്പം രാവിലെ എണീറ്റ് കഴിയുമ്പോഴും നമുക്ക് മടിയാണെങ്കിൽ പോലും അവിടുന്ന് ഒരാൾ നമ്മളോട് ചോദിക്കുന്ന ഒരു പേടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ അക്കൗണ്ടബിൾ ടു സംവൺ, നമ്മൾ ചെയ്തിരിക്കും, വർക്കൗട്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്തിരിക്കും. ഇവിടെ പലരും ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ അയച്ചു കൊടുക്കും, വർക്കൗട്ട് പ്ലാൻ അയച്ചു കൊടുക്കും, പിന്നെ വഴി തിരിച്ചു നോക്കത്തില്ല. സോ അതുകൊണ്ട് നമ്മൾ ആ ചെക്ക് ഇൻ വെക്കും അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി. സോ ദാറ്റ് സംതിങ് വി ഡു. ഓക്കെ. ഇനി ഫിറ്റ്നസിന് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് പറഞ്ഞാൽ, ഒന്ന് വി ക്യാൻ ബി എ ട്രെയിനർ വർക്ക് ചെയ്യാൻ തുടങ്ങാം, ആൻഡ് വി ക്യാൻ സ്റ്റേ ആസ് എ ട്രെയിനർ ഓൺലി. അതും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പൊസിഷൻ ചെയ്യണം പ്രോപ്പറായിട്ട്. ഈ പറഞ്ഞ സെലിബ്രിറ്റീസിനെ എടുക്കാൻ പറ്റണം. നമുക്ക് നമ്മുടെ വാല്യൂ മാറ്റി ഒരു ബേസിക് ട്രെയിനർ എന്നുള്ള പ്രീമിയം ട്രെയിനർ ആക്കി വെക്കണം. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ക്ലയൻസ് നമുക്ക് വരത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അവർലി റേറ്റും ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മൾ ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ റേറ്റ്, താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റും. അതാകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആ ഒരു ലെവലിൽ പൊസിഷൻ ചെയ്യാൻ പറ്റിയെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പല ട്രെയിനേഴ്സിനും ഇപ്പോഴും അറിയില്ല അവരുടെ വില എന്താ. നല്ലതായിട്ട് ചെയ്യുന്നവർ പലരും അണ്ടർകോട്ട് ചെയ്യും, പക്ഷെ ഒന്നും ചെയ്യാത്തവർ ഓവർകോട്ട് ചെയ്യും. അതാണ് അതുകൊണ്ട് അതും മനസ്സിലാക്കി എടുക്കുക. ലൈക്ക് അത് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ച് വരുന്ന സാധനമാണ്. ഓക്കെ. പിന്നെ അലോങ് വിത്ത് ദാറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ജിമ്മ് വെക്കാൻ പറ്റും. ജിം ബിൽഡ് ചെയ്തിട്ട് ജിം ഓൺലൈനായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അതും ഒരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് ഇപ്പോൾ റൈറ്റ് നൗ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിജിറ്റൽ ആവണം. ലൈക്ക് ഈ ഓൺലൈൻ ട്രെയിനിങ്, കാരണം ജിം ബിസിനസ്സിൽ കുറേ റിസ്കുകളുണ്ടല്ലോ. റിസ്ക് ഉണ്ട്. അതാ പറഞ്ഞത്, അതൊരു ഫിസിക്കൽ സ്പേസ് ആകുമ്പോൾ റണ്ണിങ് ഇവനൊരു ജിം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതിലോട്ട് നമുക്ക് കിടക്കാം. ഒരു ചോദ്യം അതാണ്. അതും ഹോപ്പ്ഫുള്ളി നടക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. എന്നാൽ ജിമ്മ് ബിൽഡ് ചെയ്യുമ്പോൾ ഒരുപാട് റിസ്കുകളുണ്ടല്ലോ. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ജിമ്മുകളാണ്. ഒരു ഏരിയ ഒരു സർക്കിൾ ചെയ്യാൻ നോക്കിയാൽ തന്നെ അവിടെ 3-4 ജിമ്മുകളും. അവിടെ വരുന്ന ഇപ്പം നമ്മളൊരു ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇത്ര എക്സ്പെൻസ് ഉണ്ടാവും. മെഷീൻസിൽ വരുന്ന കോസ്റ്റ് ഉണ്ടാവും, ഒരു ജിമ്മിൽ മാറ്റ്സിന് വരുന്ന കോസ്റ്റ് ഉണ്ടാവും, അല്ലെ മിറർ, അങ്ങനെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് ഒരു ഇത്ര കോസ്റ്റ് വരും. പിന്നെ മെഷീൻസിൻ്റെ കാര്യമാണെങ്കിൽ നല്ല മെഷീൻസും അത്യാവശ്യം ഒരു 5,000-6,000 സ്ക്വയർ ഫീറ്റ് ജിം ഉണ്ടെങ്കിൽ 10 ഒരു ഓൺസി ഇറങ്ങി വരും. പക്ഷേ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സ്പേസ്. ഇപ്പം നമ്മൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് റിസർച്ച് ചെയ്ത് ഇത്രയും കാശ് ഇറക്കി കഴിഞ്ഞിട്ട് പല ജിമ്മുകാർക്കും പണി കിട്ടുന്ന ഒരു ഏരിയ അത്. പിന്നെ അവർക്ക് അതിനുള്ളൊരു ഏണിങ് വരില്ല. ചിലപ്പം അവർ അത് മാച്ച് ചെയ്യാൻ വേണ്ടി അവർ ഓവർ പ്രൈസ് വെക്കും. പക്ഷേ കൊച്ചിയിൽ ഇതൊക്കെ ഇപ്പം നമ്മുടെ തിരുവല്ലയിൽ ഇപ്പം നല്ലതായിട്ട്, പക്ഷെ തിരുവല്ലയിൽ ഉള്ള ഏരിയ ഉണ്ടല്ലോ, അവിടെ ആണ് ഇത് വരുന്നതെങ്കിൽ അവിടെ നിന്നിട്ട് ഇപ്പം 3,000 rupees ഫീസ് എന്ന് പറഞ്ഞാൽ ഒരാൾ അവിടെ കയറുമെന്ന് എനിക്ക് ഡൗട്ട് ഇല്ല. അതൊക്കെ ഭയങ്കര പാടാണ് അവരെ അങ്ങനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി. കൊച്ചി സ്റ്റിൽ ഫൈൻ. ഇവിടെ ഇപ്പോൾ കുറേ ജിംസും ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് വേറെയാണ്. അപ്പോൾ അവർക്ക് കുറേയൊക്കെ ഇമ്പോർട്ടൻസ് അറിയാം ഫിറ്റ്നസിന്. അവർ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു ജിം ഓൺ ചെയ്യാൻ പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജിം ഓൺ ചെയ്യുമ്പം അഗെയിൻ മാർക്കറ്റ് റിസർച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് സ്ഥലത്താണ് കൊണ്ടുവെക്കുന്നത് അത് അറിഞ്ഞിരിക്കണം. എടുക്കുന്ന ട്രെയിനേഴ്സിൻ്റെ എഫിഷ്യൻസി നോക്കണം. ലൈക്ക് ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം. ആൻഡ് ജസ്റ്റ് ബോഡി ബിൽഡിങ് മാത്രമായിരിക്കത്തില്ല ഫോക്കസ്, ആകല്ല ഫോക്കസ്. ഒരു ഡൈവേഴ്സ് ക്രൗഡ് വരുമ്പം ഇപ്പോൾ ഒരു 60 വയസ്സുള്ള ആൾ വന്നാൽ മസിൽ ഉണ്ടാക്കുക എന്നായിരിക്കത്തില്ല ഗോൾ. അതായിരിക്കില്ല അവരെ, അങ്ങനെ ആയിരിക്കില്ല അവരെ ട്രെയിൻ ചെയ്യേണ്ടത്. അവരെ ട്രെയിൻ ചെയ്യുന്നത് പറഞ്ഞാൽ ബേസിക് മൂവ്മെൻറ്റ്സ്, എന്താ പറഞ്ഞാൽ ഒരു ബേസിക് മൂവ്മെൻറ്റ് പാറ്റേൺസ് പ്രോപ്പർ ആകുക. ഇപ്പം ഒരു താഴെ സാധനം എടുത്ത് പൊക്കാൻ, അല്ലെങ്കിൽ ഇരുന്നിട്ട് എണീക്കാൻ, ഇതൊക്കെ പെയിൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ സഹായിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ നോക്കേണ്ടത്. പിന്നെ അവർക്ക് മൊബിലിറ്റി കാര്യങ്ങളൊക്കെ സ്ട്രെച്ച് പ്രോപ്പർ ആക്കുക. അപ്പോൾ ഇങ്ങനത്തെ സർവീസ് സൈഡ് എല്ലാം ഡെലിവർ ചെയ്യാൻ പറ്റണം, അല്ല ബോഡി ബിൽഡിങ് മാത്രമാവില്ല. സോ അങ്ങനത്തെ എല്ലാ സർവീസും ഡൈവേഴ്സായിട്ട് ഉള്ള ക്രൗഡിന് ഡെലിവർ ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രെയിൻസിൻ്റെ എഫിഷ്യൻസി വേണം. പിന്നെ കുറേ റണ്ണിങ് കോസ്റ്റ് വരും. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുമ്പം തിരിച്ചു പിടിക്കാനും പറ്റണം പിന്നെ മന്ത്, അല്ലെങ്കിൽ താഴോട്ട് പോകത്തുള്ളൂ, കടത്തിലാകത്തുള്ളൂ നമ്മൾ. അപ്പം എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ്, ഗോൾസ്? ഫ്യൂച്ചർ പ്ലാൻസ് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പം പെട്ടെന്ന് ലൈവ് ആവും. അതൊരു കോച്ചിങ് പ്രോപ്പർ ഡെലിവറി ചെയ്യാനുള്ളതാണ്. പിന്നെ 2 കോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വർക്കൗട്ട് വീഡിയോസും കാര്യങ്ങളും എക്സ്പ്ലനേഷൻസ് അവർ പ്രോപ്പറായി ഗൈഡ് ചെയ്യുന്നവരെ അത് സെപ്പറേറ്റ് ഉണ്ടോ? ബൾക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ഇപ്പം ഒരു കോഴ്സ് വരുന്നുണ്ട്. ആ കോഴ്സ് അതാണ് ഈ പറഞ്ഞ ലൈക്ക് ഓരോരുത്തരും പേഴ്സണായിട്ട് സാധനം വരുന്നത്. ഓക്കെ. ഇപ്പം ബൾക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, കട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, നമ്മുടെ യൂഷ്വൽ മലയാളി ഫുഡ് കഴിച്ചുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതെല്ലാം കോഴ്സ് വേണം.
കോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ടൈപ്പ് ആയിരിക്കും. അത് ഒരു സർട്ടിഫിക്കേഷൻ ഉള്ളതോ അതോ ക്ലയൻസിന് വേണ്ടി മാത്രമുള്ള എഡ്യൂക്കേഷൻ? ക്ലയൻസിനോട് ആക്സസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ. ഇപ്പം ഞാനിപ്പോൾ ഇ ബുക്ക് വിൽക്കുന്നു, അതുപോലെ തന്നെ ഒരു കോഴ്സ് വിൽക്കുന്നു, അത് വേണ്ടി മേടിക്കാൻ പറ്റും എന്നാണ്. ബേസിക് ഇൻഫർമേഷൻ സെല് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഇപ്പം അത് ജിം പ്രിന്റ് ചെയ്യണം, അതൊരു അടുത്ത സ്റ്റെപ്പാണ്. ഓക്കെ. അത് എപ്പോഴത്തേക്ക് ഉണ്ടാവും? ഹോപ്പ്ഫുള്ളി ദിസ് ഇയർ ആൻഡ് അറ്റ്ലീസ്റ്റ് ഒരു കുറച്ചെങ്കിലും പ്രോഗ്രസ് വരേണ്ടതാണ്. ഓക്കെ. അതാണ് ഉദ്ദേശിക്കുന്നത്. കൊച്ചിയിൽ തന്നെയാണോ ഉദ്ദേശിക്കുന്നത് അതോ തിരുവല്ല? അല്ല, കൊച്ചി ചെയ്യുവാണെങ്കിൽ ഈ ഒരു രീതി തന്നെ ഉള്ളൂ. തിരുവല്ല പറഞ്ഞ മാർക്കറ്റ് എനിക്ക് അറിയത്തില്ല ഇപ്പം. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഇത്ര നാൾ നിൽക്കുന്നുണ്ട്, അതിനോ ആൾക്കാർ മൈൻഡ് സെറ്റ് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഏത് ഏരിയയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഓൾറെഡി ഇത്ര ഓഡിയൻസ് ഉണ്ട്, ഈ ഓഡിയൻസിനെ കൺവേർട്ട് ചെയ്യാനും വലിയ പാടൊന്നുമില്ല എനിക്കിപ്പം. അപ്പം അതാണ് ഇമ്പോർട്ടൻസ് ഓഫ് പേഴ്സണൽ ബ്രാൻഡിങ്. പേഴ്സണൽ ബ്രാൻഡിങ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സാധനം വിൽക്കുമ്പോൾ തന്നെ എനിക്ക് മേടിക്കാൻ ആൾക്കാരുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു. പിന്നെ നമ്മുടെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്, അതും പ്രശ്നമില്ല. പിന്നെ ഇനിയും കുറച്ചുകൂടെ ഓൺലൈൻ പ്രസൻസ് കൂട്ടുക, കുറച്ചുകൂടി ടീം എക്സ്പാൻഡ് ചെയ്യുക, അതൊക്കെ തന്നെയാണ്. ഈ വർഷത്തേക്ക് എത്രയാണ് ടീം ടാർഗറ്റ്? ടീം അല്ലേ ഇപ്പം ഈ വർഷത്തേക്ക് 500K ആണ്, 400K ആണ് ഇൻസ്റ്റാഗ്രാം. ഇപ്പം എനിക്ക് തോന്നുന്നു 300 ക്ലോസ് ആയി, അതിന് 400 എത്തിക്കണം ഒരു വർഷം കൊണ്ട്. ഇനിയും പിന്നെ യൂട്യൂബിലായാലും ഒരു 100K എത്തിക്കണം, ഒരു 150K. പിന്നെ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഓക്കെ. പ്രോപ്പർ വ്ളോഗ് വിത്ത് ഇൻഫർമേഷൻ കൊണ്ട് രീതിയിൽ അത് ഡെലിവറി നോക്കണം. ഓക്കെ. യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു 1-2 വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഡേ ഇൻ ദ ലൈഫ് എന്ന് പറയുന്നത് തുടക്കത്തിൽ. അത് കഴിഞ്ഞിട്ട് ഐ സ്റ്റോപ്ഡ് ഇറ്റ്. പിന്നെ ഞാൻ ഷോർട്സ് റീൽസ് രണ്ട് റീൽസ് മാത്രമായി. നൗ പിന്നെ വ്ളോഗും, കാരണം ആൾക്കാർ ഇപ്പോൾ ഉണ്ടല്ലോ കാണാൻ, ഒന്ന് സപ്പോർട്ട് നോക്കാം. ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഹാക്ക് പിടികിട്ടി 1 ഇയറിൽ 100K. ഇപ്പോൾ യൂട്യൂബിലെ ആ ഹാക്ക് എന്താണ്? യൂട്യൂബിൽ എക്സ്പ്ലോറിങ് എനിക്ക് ഫുൾ അറിയത്തില്ല, ബട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈക്ക് അഗെയിൻ ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ഡെലിവറിങ്, അതിൻ്റെയാണ് മെയിൻ സംഭവം. ഫ്രീക്വൻസി കയ്യിലൊന്നുമല്ല, ലൈക്ക് ആ ഓഡിയൻസിനെ എത്ര എൻഗേജ് ചെയ്ത് നിർത്താൻ പറ്റുന്നു എന്നതിലാണ് ഇരിക്കുന്നത്. അതെനിക്കിപ്പോൾ പെർഫോമൻസ് ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഗോൾസ് ആയി, ഇപ്പം ഇത്രയും ബിസിനസ്സുകളുണ്ട്, ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട്, ഓഫ്ലൈൻ പേഴ്സണൽ ട്രെയിനിങ്ങും കുറവാണെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ ഞാനിപ്പോൾ പേഴ്സണൽ എടുക്കുന്നില്ലെങ്കിലും I have a team right now. അപ്പം ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും ആൾക്കാർ എടുക്കാനുണ്ട്, അത് വന്നെടുത്തോളൂ. ലൈക്ക് there's a requirement നമ്മളെടുത്തിരിക്കും ഇവിടെ. പിന്നെ ഒരു ഡ്രസ് അപ്പാരലുണ്ട്, പിന്നെ നമ്മുടെ വെബ്സൈറ്റ് വരാൻ പോകുന്നു, കോഴ്സുകൾ വരാൻ പോകുന്നു, ആപ്പും മേ ബി ഇൻ ഫ്യൂച്ചർ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യും. സോ അപ്പോൾ നമ്മൾ ബിടെക്കിന് പോയതിൻ്റെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയി പറയാം. ഓക്കെ. സോ ഹൗ മാനേജ് യുവർ ഫൈനാൻസ്? അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന് പറയാനാണെങ്കിൽ എങ്ങനെയാണ് ഒരു മെത്തേഡ്, ഹൗ യു മാനേജ് യുവർ ഫൈനാൻസസ്? അല്ലെങ്കിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇത്ര ഇത് അങ്ങനെ ചെയ്യാറുണ്ടോ? അനാവശ്യമായിട്ട് ഇപ്പം ഐ ട്രാക്ക് ഡൗൺ എവിടെയൊക്കെയാണ് ഞാൻ ചിലവാക്കാറുള്ളത്. മെയിൻ ഫുഡ് ആയിരിക്കുമല്ലോ എൻ്റെ കാര്യത്തിൽ മെയിൻ ഫുഡ് തന്നെയാണ്. കാരണം ഓക്കെ, സോ ഇപ്പം വെള്ളവടിയും സിഗരറ്റ് അങ്ങനത്തെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അത് ഒത്തിരി സേവ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നമില്ല. പിന്നെ വീക്കെൻഡ്സ് മാത്രം പോയെന്നേ ഉള്ളൂ പുറത്ത്. ഞാൻ ആ പാടെ ചിലവാക്കുന്നത് ഇറ്റ്സ് മോസ്റ്റ്ലി ഓൺ കോഫീസ്. കാഫേ പോവും, പണിയെടുക്കും, കുറേ കോഫിയും കുടിക്കും. ഇതാണ് എൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ. ഞാൻ പിന്നെ മേ ബി കുറച്ച് ക്ലോത്തിങ്ങിലും അവിടെ ഇവിടെയൊക്കെ, അത്രയുള്ള എൻ്റെ എക്സ്പെൻസ് എന്ന് പറയാൻ. ഇൻകം വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഐ അലൗഡ് ഇറ്റ് ഫോർ ലൈക്ക് എന്താ പറയുക, അടുത്ത ലെവലിലോട്ട് എങ്ങനെ പോകാൻ പറ്റും എന്ന് നോക്കും. ചിലപ്പോൾ അതൊരു ക്യാമറ ഗിയർ മേടിക്കാൻ വേണ്ടിയായിരിക്കും, ഇൻവെസ്റ്റിംഗ് ഓൺ മൈ സെൽഫ്, അല്ലെങ്കിൽ അടുത്തൊരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയായിരിക്കും. അപ്പം അതിലൂടെയാണ് മെയിൻ ഫോക്കസ് വരുന്നത്. അല്ല വെറുതെ ഈ പറഞ്ഞ ലയബിലിറ്റീസ് എടുത്ത് വെക്കുകയല്ല. ഈ പറഞ്ഞ അവിടുന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയുണ്ടോ അതിലോട്ട് നോക്കാം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് സാധനം മേടിക്കാറുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞില്ല. ക്ലോത്തിങ് എല്ലാം മേടിക്കാറുണ്ട്, അത് ഇതൊക്കെ മേടിച്ച് കൂട്ടാറുണ്ട്. പക്ഷെ അന്നേരം ഒരു ലിമിറ്റ് വെക്കും. ബാക്കി നമുക്ക് റിട്ടേൺ കിട്ടുന്ന എന്തൊക്കെയുണ്ടോ അതോടെ നോക്കും. ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം സോഴ്സ് അപ്പം ക്ലയൻസ് ആണോ, ബ്രാൻഡ് കൊളാബറേഷൻസ് ആണോ, സ്പോൺസർഷിപ്പ്? സോ ഈ ബ്രാൻഡ് കൊളാബറേഷൻസ് ഇപ്പം ഉണ്ട്, അതും മാസത്തിൽ. സോ ഐ ഹാവ് 2 ബ്രാൻഡ്സ് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു കോൺട്രാക്ട് ബേസിസിലാണ് 1 ഇയർ. അപ്പം അവിടുന്ന് ഒരു എമൗണ്ട് വരും. പിന്നെ ഉള്ളത് കോച്ചിങ് ആണ്. പിന്നെ ഇപ്പം ക്ലോത്തിങ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ചെറിയ ഡിജിറ്റൽ പ്രൊഡക്ട്സ്, ഇപ്പം ഇ ബുക്ക് ആയാലും കോഴ്സസ് ആയാലും അത് കൊടുക്കുമ്പോൾ ഒരു എമൗണ്ട് വരും, ഇൻകം വരും. ഈ സ്പോൺസർഷിപ്പ് എങ്ങനെ കിട്ടണമെന്നുള്ളതും കുറേ പേരുടെ ഡൗട്ടാണ്. ഒരു സപ്ലിമെന്റ് ആണെങ്കിലും ഞാനായാലും ഇറ്റ്സ് എ ഫണി സ്റ്റോറി. ഇപ്പം പണ്ട് 2019 ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, ഒരു 5,000-6,000 ഫോളോവേഴ്സ് ആയിരുന്നു എനിക്ക്. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ പണ്ട് വരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആരാണ്, പുറത്തുള്ള ആൾക്കാർ. അവർ നോക്കുമ്പം
വ്ളോഗ് ആയാലും ഇൻസ്റ്റാഗ്രാമിലായാലും അവർക്ക് കുറേ കൊളാബറേഷൻ വരുന്ന, അവർ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് അത് പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് എന്തായാലും ആഗ്രഹം വരും, അവർക്കൊക്കെ ഇത് കൊണ്ടല്ലോ എനിക്കൊന്നില്ലാത്ത, ഇവിടെ ഒന്നും അങ്ങനെ കാണുന്നില്ലല്ലോ. അപ്പം ഞാനത് ആ ഒരു ആഗ്രഹത്തിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡാണ് അവതാർ. ഇവർക്കായാലും ഞാൻ ആ സമയത്ത് 2018-ലോ 19-ലോ ഞാൻ അങ്ങോട്ട് ഇവർക്ക് മാത്രമല്ല ഒരു 100 ബ്രാൻഡിന് അയച്ചിട്ടുണ്ട്. അയച്ചിട്ടുണ്ടല്ലേ, ഹലോ ഇങ്ങനെയുണ്ട് ഒരാളുണ്ട് ഇവിടെ കേരളത്തിൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊളാബ് ചെയ്യാം, ബാർട്ടർ ആയാലും കുഴപ്പമില്ല, തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറെ റീച്ച് ഔട്ടിട്ടുണ്ട്. ആരും മൈൻഡ് ചെയ്തിട്ടില്ല. പിന്നെ അത് വിട്ട് ഞാൻ പിന്നെ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ മൈ ഓൺ പേഴ്സണൽ ബ്രാൻഡ്. അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ ബ്രാൻഡ്സിങ് വരാൻ തുടങ്ങി. അല്ല നമ്മൾ എക്സ്ട്രാ എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഓഡിയൻസ് ഉണ്ട്, ഓഡിയൻസ് നമ്മളോട്ട് എൻഗേജ് ചെയ്യുന്നത് കാണുവാണെങ്കിൽ ബ്രാൻഡ്സ് തന്നെ കണ്ടുപിടിച്ച് വന്നോളൂ. ബേസിക്കായിട്ട് ബിൽഡ് യുവർ ഓൺ ബ്രാൻഡ് പേഴ്സണൽ. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ എത്ര അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണ് ഗുണം കിട്ടാൻ പോകുന്നത്? നിങ്ങളുടെ ഈ 100 അല്ലെങ്കിൽ 200 പേരെ കാണിച്ചിട്ട് അവർക്ക് എന്താ കിട്ടാൻ പോകുന്നത്? അതേസമയം ഒരു 2000 അല്ലെങ്കിൽ 20,000 പേരുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ തപ്പി വന്നോളും. നമ്മൾ ഈ പറഞ്ഞ പോലെ പെണ്ണുങ്ങളെ പുറകെ പോലെ ബിൽഡ് എ ഗാർഡൻ, ബാക്കി ബട്ടർഫ്ലൈസ് വിൽ കം എന്ന് പറയുന്ന പോലെ തന്നെ സെയിം, അത്രേ ഉള്ളൂ. ബ്രാൻഡ് കൊളാബറേഷൻ തന്നെയാണ്. ഓക്കെ. സോ ഇപ്പം നമ്മുടെ ഓഡിയൻസിനാണെങ്കിലും ഇപ്പം റീച്ച് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർമേഷൻ ഒരു ക്ലയൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ they can reach you. അപ്പോൾ എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ്. നിപ്പുൺ ഫിറ്റ്നസ് എന്നടിച്ചാൽ കാണാൻ പറ്റും. പിന്നെ നിപ്പുൺ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈവൻ യൂട്യൂബിലായാലും കിട്ടും. ഇത് രണ്ടാണ് മെയിൻ സോഴ്സ് വരുന്നത്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ലൊരു സെഷൻ ആയിരുന്നു. സോ താങ്ക്സ് ഫോർ കമ്മിങ്. ഓക്കെ.